മോർണിംഗ്. ഗുഡ് മോർണിംഗ്. വോട്ടുത്സവത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമുക്കറിയാമല്ലോ, ഇന്ന് എത്രയോ ദിവസങ്ങളായിട്ട് തെരഞ്ഞെടുപ്പിന്റെ ഒരു ഉത്സവം നടക്കുകയായിരുന്നു. ഉപതെരഞ്ഞെടുപ്പാണെങ്കിൽ പോലും അങ്ങനെയല്ലായിരുന്നു. സംസ്ഥാനം മുഴുവൻ അതിന്റെ ആവേശത്തിലായിരുന്നു. ഇന്ന് ചേലക്കരയും വയനാടുമാണ് ബൂത്തിലേക്ക് എത്തുന്നത്. പാലക്കാടിന് ഇനി കുറച്ച് ദിവസങ്ങൾ കൂടി ബാക്കിയാകുന്നു. പക്ഷേ നമ്മുടെ ചൂടിന് ഒരു കുറവുമില്ല. ഇന്ന് ഈ പ്രഭാതത്തിൽ നമ്മൾ രണ്ടുപേരും ആ വോട്ടിന്റെ തെരഞ്ഞെടുപ്പ് വാർത്തകളുടെ എല്ലാ ചൂടും ആവേശവും നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ഞങ്ങൾ റെഡിയായിരിക്കുകയാണ്. ഞാൻ സ്മിത ഹരിദാസ്. ഞാൻ ടി കെ രജിത്ത്. നേരത്തെ സ്മിത പറഞ്ഞതുപോലെ ഒരുപാട് വലിയ വിവാദ വിഷയങ്ങളടക്കം സജീവ ചർച്ചയായ തെരഞ്ഞെടുപ്പ് പ്രചാരണമാണ്. അത് കൊട്ടിക്കലാശത്തിലേക്ക് നീങ്ങുന്നു. പിന്നീട് നിശബ്ദ പ്രചാരണത്തിന്റെ ദിനം ഇന്ന് വയനാടും ചേലക്കരയും ബൂത്തിലേക്ക് എത്താൻ പോവുകയാണ്. വലിയ പ്രതീക്ഷ ഈ ഘട്ടത്തിൽ മുന്നണികൾ വെച്ച് പുലർത്തുന്നുണ്ട്. വാശിയേറിയ പോരാട്ടം കാഴ്ചവെക്കാൻ കഴിഞ്ഞു എന്ന ആത്മവിശ്വാസം മുന്നണികൾ വെച്ച് പുലർത്തുന്നു. വിവാദങ്ങൾക്കും ഒരു കുറവുണ്ടായിരുന്നില്ല. ഇന്നലെ വരെ ഉണ്ടായിരുന്നു. പലതരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ആരോപണ പ്രത്യാരോപണങ്ങളും ഒക്കെ തന്നെ നമ്മൾ കണ്ടു, അല്ലേ? അതെ, മുന്നണികൾക്കകത്തുള്ള പ്രശ്നങ്ങൾ, ആഭ്യന്തര പ്രശ്നങ്ങൾ, അത് സജീവ ചർച്ചയാവുന്നത് കണ്ടു. അതിനിടയിലേക്ക് ആ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഏറ്റവും പീക്കിലേക്ക് കൊടകര പോലുള്ള വലിയ വിവാദ വിഷയങ്ങൾ കടന്നു വരുന്നത് കണ്ടു. പിന്നീട് പ്രചാരണം ആ ദിശയിലേക്ക് നീങ്ങുന്നത് കണ്ടു. അങ്ങനെ ഒരുപാട് മനോഹരമായ ശരിക്കും കൊട്ടിക്കയറുന്നതും നമ്മൾ കണ്ടു, അല്ലെ? മാധ്യമപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ആ ഉത്സവം അങ്ങേയറ്റം ആവേശകരമാക്കുകയും അതൊപ്പം നിന്ന് ആസ്വദിക്കുകയും ചെയ്യുന്ന ഒരു കാഴ്ചയും നമ്മൾ കണ്ടു, അല്ലെ? ഇനി പ്രേക്ഷകരിലേക്ക് എത്താൻ പോകുന്നത് ഒരു വിശദമായ റിപ്പോർട്ടായിരിക്കും, സമഗ്രമായ റിപ്പോർട്ടുകളായിരിക്കും. കാരണം ചേലക്കരയെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ ചേലക്കരയിലെ എല്ലാ പഞ്ചായത്തുകളിൽ നിന്നും 24-ന്റെ പ്രതിനിധികൾ തത്സമയ റിപ്പോർട്ടുകളുമായി പ്രേക്ഷകർക്കൊപ്പം ചേരും. വയനാടിന്റെ കാര്യത്തിലും അത് തന്നെ. വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പാണ്. എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിൽ നിന്നുമുള്ള വിവരങ്ങൾ, ഓരോ മുക്കിലും മൂലയിൽ നിന്നുള്ള വോട്ടെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്താൻ പോവുകയാണ്. ഇന്നത്തെ വാർത്താ ദിനത്തിൽ മുഴുവനായി നമ്മളും അതൊരു ഉത്സവം എന്നുള്ള നിലയിൽ തന്നെ അതിനെ കാണാൻ പോവുകയാണ്. റെഡിയായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. വെളുപ്പിന് തന്നെ നമ്മൾ തുടങ്ങിയിരിക്കുകയാണ്. വയനാടും ചേലക്കരയും ഇന്ന് വിധി എഴുതുകയാണ്. കേരളപ്പോര് പവേർഡ് ബൈ കേരള മാക്സിവ ഗോൾഡ് ലോൺ. പുരോഗതിയുടെ ആനന്ദം എല്ലാവർക്കും. കോ സ്പോൺസേർഡ് ബൈ ഭീമ ജുവൽസ് 100th ആനിവേഴ്സറി സൂപ്പർ സർപ്രൈസ്. അപ്പോൾ വോട്ടെടുപ്പിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. രാവിലെ 7 മണി മുതൽ വൈകിട്ട് 6 മണി വരെ വോട്ടർക്ക് സമ്മതിദാനാവകാശം വിനിയോഗിക്കാം, അത് രേഖപ്പെടുത്താം. ചേലക്കര മണ്ഡലത്തിൽ 6ഉം വയനാട്ടിൽ 16ഉം സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്ത് ഉള്ളത്. ഇനി റിപ്പോർട്ടേഴ്സിലേക്ക് പോകാം. അതെ, റിപ്പോർട്ടേഴ്സിലേക്ക് പോകുന്ന എല്ലാ പ്രതിനിധികളും നേരത്തെ റിജിത്ത് പറഞ്ഞതുപോലെ തന്നെയാണ്. ഓരോ മുക്കിലും മൂലയിൽ നിന്ന് നമ്മുടെ പ്രതിനിധികൾ തയ്യാറാണ്. പക്ഷേ ഇപ്പോൾ നമ്മൾ പോകുന്നത് ഹാഷ്മി താജ് ഇബ്രാഹിമിലേക്കാണ്. ഹാഷ്മി നിൽക്കുന്നത് കൽപ്പറ്റയിലാണ്, അല്ലേ? ഹാഷ്മി, ഗുഡ് മോർണിംഗ്. ഹാഷ്മി, നേരം വെളുത്ത് വരുന്നതേ ഉള്ളൂ, അല്ലേ? ഉറങ്ങിക്കാണില്ല ഇന്നലെ രാത്രി ഉറങ്ങിക്കാണില്ല, അല്ലേ? നേരം ഇവിടെ ജനാധിപത്യത്തിന്റെ മഹോത്സവം നടക്കുമ്പോൾ നമുക്ക് ഉറക്കം കുറച്ച് കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. എന്തായാലും സ്മിതയും റീത്തും നേരത്തെ പറഞ്ഞതുപോലെ ജനാധിപത്യത്തിന്റെ മഹോത്സവം നടക്കുന്നു. നമുക്കറിയാം, കേരളത്തിൽ ഇപ്പോൾ ഇത് 3 സ്ഥലങ്ങളിലാണ് ബൈ ഇലക്ഷൻ. അത് വയനാട്, ചേലക്കര, പാലക്കാട് എന്ന് 3 സ്ഥലങ്ങളിലാണ്. ഇനി 3 വേണ്ട. ഒറ്റൊരിടത്താണെങ്കിൽ പോലും അത് കേരളത്തിന് ഒന്നാകെയുള്ള ജനാധിപത്യ ആഘോഷമായി മാറും. കേരളത്തിന് ഒന്നാകെയുള്ള രാഷ്ട്രീയ കണ്ണുകൾ ആ മണ്ഡലത്തിലേക്ക് മാത്രം ചുരുങ്ങി നിൽക്കുന്ന ഒരു കാഴ്ച, അത് ഒരുപക്ഷെ കേരളത്തിന് മാത്രം കാഴ്ചയാകും. ഒരുപക്ഷെ കൊട്ടിക്കലാശമൊക്കെ കേരളത്തിലല്ലാതെ കേരളത്തിന് പുറത്തു പോയാൽ മറ്റൊരിടത്തും കാണാൻ കഴിയാത്ത കലാരൂപങ്ങളാണ് കൊട്ടിക്കലാശം എന്നത്. അത് നമ്മുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന രാഷ്ട്രീയ പ്രതിബദ്ധതയുടെയും രാഷ്ട്രീയ പ്രബുദ്ധതയുടെയും ഒക്കെ അടയാളങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞതാണ് സ്മിത. റീത്ത്, എന്തായാലും കഴിഞ്ഞ 3-4 ആഴ്ചകൾ വയനാടും ചേലക്കരയും പാലക്കാടും അടക്കം നമ്മൾ കാണുന്നത് വലിയ ഇളകി മറിയുന്ന രാഷ്ട്രീയ പോരാണ്. അതിൽ പ്രധാനം വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ കുറച്ച് സവിശേഷ ശ്രദ്ധ ആകർഷിക്കാനുള്ള കാരണം, സാധാരണഗതിയിൽ വയനാടൻ തെരഞ്ഞെടുപ്പുകൾ അങ്ങനെ ഭീകരമായ പ്രചരണമൊന്നുമില്ലാതെ, ഒരുപാട് വിഷയങ്ങൾ വന്നും അറിയാതെ ഏതാണ്ട് ഒരു വയനാടൻ തണുപ്പ് പോലെ ഒരു നേരിയ ശീതളമയിൽ പോലാണ് പതിവെങ്കിൽ ഇക്കുറി അതായിരുന്നില്ല. ഇക്കുറി ഒരുപാട് വിഷയങ്ങൾ വന്ന, വലിയ വീറും വാശിയും നിറഞ്ഞ, ഒരുപാട് നേർക്കുനേർ പോരാട്ടങ്ങൾ കണ്ട, ഒരുപാട് വാക്പോരുകൾ കണ്ട ഒരു തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പിന്റെ വീറും വാശിയും നമുക്ക് 3 മുന്നണികളുടെയും കൊട്ടിക്കലാശ വേദിയിൽ നമ്മൾ കണ്ടതാണ്. അപ്പോൾ സ്വാഭാവികമായും ആ വീറും വാശിയും ആ ഒരു എനർജി ഇലക്ഷൻ ദിവസവും ഈ വോട്ടെടുപ്പ് ദിവസവും വിവിധ ബൂത്തുകളിലേക്ക് ജനം ഒഴുകിയെത്തും എന്ന കാര്യത്തിൽ തർക്കം വേണ്ട. 17,472 വോട്ടർമാർ 1354 പോളിംഗ് ബൂത്തുകളിലായി 7 മണിയോടുകൂടി തന്നെ കൃത്യസമയത്ത് എത്തും. വയനാട് 79%, 2024 കുറഞ്ഞെങ്കിലും അതിനു മുമ്പ് 79.62% പോളിംഗ്, 80% പോളിംഗ് രേഖപ്പെടുത്തിയിട്ട് കഴിഞ്ഞ തവണ 72ലേക്ക് താഴ്ന്നു. പക്ഷേ ഇക്കുറി 72 എന്ന് പറയുന്ന ആ കുറഞ്ഞ പോളിംഗ് ശതമാനത്തിന് മുകളിലേക്ക് എത്തും എന്ന്
ഇന്ന് മുന്നണികൾ ഉറപ്പായും ആണയിട്ട് പറയുന്നു. കാരണം അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ അവർ നടത്തിയിരിക്കുന്നു. 3 മുന്നണികളുടെയും പ്രതീക്ഷ അവർക്ക് വലിയ വോട്ടിംഗ് ശതമാനം നേടാൻ കഴിയും, വിജയം നേടാൻ കഴിയുമെന്ന് ഉറപ്പ് 3 മുന്നണികൾ പറയുന്നു. അതിനോടൊപ്പം തന്നെ അവർക്ക് അവരുടെ വോട്ടർമാരുടെ പരമാവധി വോട്ടുകൾ സമാഹരിക്കാനുള്ള ആത്മവിശ്വാസം അവർക്കുണ്ട്. ആത്മവിശ്വാസം അവർ പ്രകടിപ്പിക്കുന്നത് പരമാവധി വോട്ടർമാരെ ബൂത്തിലേക്ക് എത്തിക്കാനുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ അവർ നടത്തിയിട്ടുണ്ട് എന്നത് തന്നെയാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ കൽപ്പറ്റയിലെ പ്രധാനപ്പെട്ട ബൂത്തിലാണ്. SJM സ്കൂളിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെ രാവിലെ തന്നെ 5 മണിക്ക് നമ്മളിങ്ങോട്ട് വരും മുൻപ് തന്നെ ഇവിടെ പോളിംഗ് ബൂത്ത് സെറ്റ് ആവുന്നുണ്ട്. കൽപ്പറ്റ പോളിംഗ് സ്റ്റേഷൻ നമ്പർ 89 ആണ്, SKMJHSS കൽപ്പറ്റ എന്നുള്ളതാണ്. ഇവിടെ ഇലക്ഷൻ ഉദ്യോഗസ്ഥരൊക്കെ വന്നിട്ടുണ്ട്. ഇങ്ങോട്ടേക്ക് വന്ന് ഇവിടെ കാര്യങ്ങളൊക്കെ നോക്കുന്നു. ഇവിടെ വോട്ടർ പട്ടിക നോക്കി അന്തിമ വിലയിരുത്തൽ തുടങ്ങുകയാണ്. ഇവിടെ പോളിംഗ് ഓഫീസർ 1, പോളിംഗ് ഓഫീസർ 2, പോളിംഗ് ഓഫീസർ 3 എന്നിങ്ങനെയുള്ള ടേബിളുകൾ കാണാം. EVMകൾ എടുത്തു വെക്കുന്നു. EVMന്റെ പ്രാഥമിക പരിശോധന നടക്കുന്നു. ഇവിടെ വോട്ട് രേഖപ്പെടുത്താനുള്ള അന്തിമ ഫലങ്ങൾ ആവുന്നു. ഇതിന് മോക്ക് പോളിംഗ് ഒക്കെ എപ്പോഴായിരിക്കും? മോക്ക് ഇപ്പോൾ തുടങ്ങും. എത്ര മണി വരണം? 5 മണിക്ക് ശേഷം വരാൻ പറഞ്ഞിട്ടുണ്ട്. കാര്യങ്ങളെല്ലാം ഓക്കെയാണ്? എല്ലാം ഓക്കെയാണ്. ഓക്കെയാണ്. ഓക്കെ. ഇവിടെ എന്താണ് വോട്ടെടുപ്പിനുള്ള അന്തിമമായിട്ടുള്ള ഏറ്റവും ദ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഒരുക്കങ്ങൾ പൂർത്തിയാവുകയാണ്. നമുക്കിവിടെ കാര്യങ്ങളൊക്കെ കാണാം. അല്പസമയത്തിന് ഇവിടെ മോക്ക് പോളിംഗ് തുടങ്ങുന്നു. ഇലക്ഷൻ ഏജന്റുമാരെ വെയിറ്റ് ചെയ്യുകയാണ്. സ്മിത റീത്ത്, ഇതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പറ്റ ഭാഗം 1, കൽപ്പറ്റ ഭാഗം 2, കൽപ്പറ്റ ഭാഗം 3 എന്നീ കൽപ്പറ്റയിലെ പ്രദേശങ്ങൾക്കുള്ള ഇവിടെ ആകെ വോട്ടർമാർ 1126 പേരാണ്. ഇങ്ങനെയുള്ള 1354 പോളിംഗ് ബൂത്തുകൾ വയനാടിൻ്റെ വിവിധ ഭാഗങ്ങളിലായി ഇപ്പോൾ തന്നെ ക്രമീകരിച്ചു. അവിടങ്ങളിലൊക്കെ ഇപ്പോൾ ഒട്ടുമിക്ക എല്ലാ പോളിംഗ് ബൂത്തുകളിലേക്ക് പോയാലും അവിടങ്ങളിലൊക്കെ കാഴ്ചകൾ ഇതാണ്. രാവിലെ തന്നെ ഇങ്ങോട്ടേക്ക് എത്തി ഉദ്യോഗസ്ഥർ ഇങ്ങോട്ടേക്ക് എത്തി കാര്യങ്ങൾ ഇവിടെ സെറ്റാക്കുന്നു. മാത്രമല്ല ഇവിടെ ഒരു വലിയ ഉരുൾപൊട്ടൽ, ഒരു വലിയ വേദനയ്ക്ക് ശേഷമുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് എന്ന പ്രത്യേകത കൂടി ഇതിനുണ്ട്. ഒരു വേദനയാണ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തിയ പലരും 6 മാസങ്ങൾക്കിപ്പുറം വോട്ട് രേഖപ്പെടുത്താനില്ല എന്നുള്ളൊരു വലിയ വേദന അവിടെ നിലനിൽക്കുന്നു. ആ മേഖലയിൽ ചൂരൽമല മുണ്ടക്കയ മേഖലയിൽ പ്രത്യേക ബൂത്തുകൾ സജ്ജമാക്കിയിട്ടുണ്ട്. അങ്ങോട്ടേക്ക് എത്താൻ കഴിയാത്തവർക്ക് ഇവിടെ നിന്ന് പ്രത്യേക KSRTCയുടെ വാഹന സൗകര്യം രാവിലെ 5 മണി മുതൽ തന്നെ KSRTCയുടെ പ്രത്യേക വാഹന സൗകര്യം ഏർപ്പാടാക്കിയിരിക്കുന്നു. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇവിടെ സജീവമാണ്, എല്ലാ കാര്യങ്ങളും ഇവിടെ സെറ്റാണ്. ഈ പോളിംഗ് ബൂത്തിലേക്ക് ജനം അല്പസമയത്തിനകം നീണ്ട ക്യൂ ആയി എത്തും എന്ന കാര്യത്തിൽ തർക്കം വേണ്ട. അതിന് കാരണം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അത്രത്തോളം വീറും വാശിയും നിറഞ്ഞ ഇവിടെ സ്ഥാനാർത്ഥിയാവേണ്ടത് ഈ മണ്ണിൽ ഉറച്ചു നിൽക്കുന്ന ആളാണോ അതോ പുറത്തു നിന്നുള്ളവരാണോ തുടങ്ങി ഏറ്റവും ഒടുവിൽ സൂചിപ്പിച്ചതുപോലെ UDFനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു രാഷ്ട്രീയ വെല്ലുവിളി ആ മണ്ഡലം നൽകുന്നില്ല. പ്രിയങ്ക ഗാന്ധിയുടെ സാന്നിധ്യം തന്നെയാണ്, സ്ഥാനാർത്ഥിത്വം തന്നെയാണ് അതിൻ്റെ ഒരു പ്രധാന ശ്രദ്ധാകേന്ദ്രമായി മാറുന്നത്. ഈ പ്രചാരണ വിഷയങ്ങളിലായിക്കോട്ടെ, ആ മണ്ഡലത്തിലെ ജനകീയമായ പ്രശ്നങ്ങൾ, വന്യമൃഗശല്യം പോലുള്ള വിഷയങ്ങൾ, അതൊക്കെ കടന്നു വരുന്നത് ഒരു ഘട്ടത്തിൽ നമ്മൾ കണ്ടു. പിന്നീട് അതിൻ്റെ ചൂടേറ്റിക്കൊണ്ട് നേരത്തെ തന്നെ ഒരു മണ്ഡലം തിരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ അവിടെ ചർച്ചയാവും എന്ന് നമ്മൾ കരുതുന്ന ചില വിഷയങ്ങളുണ്ട്. അത് സജീവമായി ചർച്ചയാകുന്നു. അതിനിടയിലേക്ക് ആ പ്രചാരണത്തിൻ്റെ ഏറ്റവും ചൂടിലേക്ക് കടന്നു വരുന്ന ചില വിഷയങ്ങളുണ്ട്. അതുപോലെ ഏറ്റവും ഒടുവിലായ ഒരു കിറ്റ് വിവാദം അവിടെ എത്തുന്നു. അത് വലിയ ചർച്ചയായി മാറുന്നു. അങ്ങനെ ആ പ്രചാരണത്തിൻ്റെ കോളിളക്കം, അതിനെല്ലാം ഒടുവിൽ ഇപ്പോൾ ജനാധിപത്യത്തിൻ്റെ ഉത്സവത്തിലേക്ക് ആ വിധി കുറിക്കാനായി ജനം നീങ്ങുന്ന ദിനം. ഹാഷ്മി, ഉറപ്പായും അറിയത്ത് ഇവിടെ ഒരുപാട് വിഷയങ്ങൾ വന്നു. പക്ഷേ വയനാട് എന്ന് പറയുന്നത് ഇപ്പോൾ UDFന്റെ ക്യാമ്പിൻ്റെ ആത്മവിശ്വാസം രാഹുൽ ഗാന്ധി ഇവിടെ നേടിയ ഭൂരിപക്ഷം കേരള ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷമാണ്. 4 ലക്ഷത്തി ചില്ലുവാനും വോട്ടിന്റെ ഭൂരിപക്ഷം. ആ ഭൂരിപക്ഷം മറികടന്ന് 5 ലക്ഷമെന്നും 6 ലക്ഷമെന്നും ഒക്കെ UDFന്റെ ക്യാമ്പ് ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട്. UDF ക്യാമ്പിന്റെ പ്രതീക്ഷ ഇവിടെ പ്രിയങ്ക ഗാന്ധിയുടെ ഭൂരിപക്ഷം എത്ര കൂട്ടുക എന്നുള്ളതാണ്. ഈ പറഞ്ഞ വിഷയങ്ങളൊക്കെ വന്നു പോകുമ്പോഴും എന്ന് പറയുമ്പോൾ പോലും UDFന്റെ ഏകപക്ഷീയമായ വലിയ കോൺഫറൻസ് അവിടെ നിൽക്കുമ്പോൾ പോലും ഇവിടെ ഒരുപാട് വിഷയങ്ങൾ വന്നുപോയി. റീത്ത്, നമ്മൾ നേരത്തെ പറയുന്നത് പോലെ സാധാരണഗതിയിൽ വയനാടൻ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ ഒരു തണുത്ത് ഒരുപാട് രാഷ്ട്രീയ വിഷയങ്ങളൊന്നും അങ്ങനെ വരാതെ, അങ്ങനെ ചർച്ചയാവാതെ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പാണെങ്കിൽ ഇക്കുറി അങ്ങനെ ആയിരുന്നില്ല കാര്യങ്ങൾ. ഇക്കുറി ഒരുപാട് വിഷയങ്ങൾ വന്നു. ആ പ്രചരണത്തിന്റെ മൂർധന്യത്തിലേക്കാണ് നമ്മൾ പുറത്തുവിട്ട മേപ്പാടിയിലെ പഴകിയ ഭക്ഷ്യക്കിറ്റ് വിതരണം ചർച്ചയായത്. അത് പിന്നെ വയനാടിന്റെ രാഷ്ട്രീയ മണ്ഡലം ഏറ്റുപിടിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. അതിന് മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതിപക്ഷ നേതാവ് VD സതീശനും ഇവിടുത്തെ MLA T സിദ്ദീഖും മേപ്പാടി പഞ്ചായത്തും ഒക്കെ പ്രതികരിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഏറ്റവും ഒടുവിൽ കൊട്ടിക്കലാശത്തിന്റെ ആ ദിവസം മേപ്പാടി പഞ്ചായത്ത് DYFI ഉപരോധിക്കുന്ന കണ്ടു. ആ ദിവസവും ആ വിഷയം സജീവ ചർച്ചയാക്കി നിർത്താൻ LDF സത്വരം ശ്രദ്ധിച്ചു എന്ന് പറയേണ്ടി വരും. LDF ക്യാമ്പിലേക്ക് വന്നാൽ ഇവിടെ സത്യൻ മൊകേരി ഇവിടെ കിസാൻ സഭ എന്ന് പറയുന്ന കർഷക സംഘടനയോടൊക്കെ നേതാവാണ്. അദ്ദേഹം ഈ മണ്ണിൽ നന്നായി അറിയാവുന്ന ഒരു സ്ഥാനാർത്ഥിയാണ്. LDFന് ഏറ്റവും കൂടുതൽ വോട്ട് 2014
മൊകേരി മത്സരിക്കുമ്പോഴാണ് വയനാട് LDF ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത്. അതിനപ്പുറത്തേക്ക് വോട്ട് സമാഹരിക്കാൻ കഴിയും സത്യൻ മൊകേരിക്ക് എന്നുള്ളത് തന്നെയാണ് LDFന്റെ പ്രതീക്ഷ. ഇനി NDA ക്യാമ്പിലേക്ക് വന്നാൽ നവ്യ ഹരിദാസും അവർക്ക് NDAക്ക് സ്വാധീനമുള്ള മേഖലകളുണ്ട്. ആ മേഖലകൾ കേന്ദ്രീകരിച്ചുള്ള വലിയ പ്രചരണം അവർ നടത്തി. കുട്ടിക്കലാശവും ആവേശം അവിടെ പ്രകടമായിരുന്നു. ആർക്കും ആത്മവിശ്വാസത്തിൽ അവർ പിന്നോട്ടല്ല എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ ജയിക്കും എന്ന കടുത്ത ആത്മവിശ്വാസം പറയുമ്പോൾ പോലും അവരുടെ വോട്ടുകൾ, അവരുടെ പരമാവധി വോട്ടുകൾ ഉപയോഗപ്പെടുത്തുക, അല്ലെങ്കിൽ പരമാവധി വോട്ടുകൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കുക എന്നുള്ളത് അവർക്ക് പ്രധാനമാണ്. അവരുടെ വോട്ടെണ്ണം കൂട്ടുക എന്നുള്ളത് അവർക്ക് പ്രധാനമാണ്. കാരണം സ്മിത റീജിത്ത്, ഈ വയനാട് എന്ന് പറയുന്നത് കേരളം മാത്രം നോക്കുന്ന ഒരു ലോക്സഭാ മണ്ഡലമല്ല. കേരളത്തിലെ ഒരു പാൻ ഇന്ത്യൻ ലോക്സഭാ മണ്ഡലം ഉണ്ടെങ്കിൽ അത് വയനാട് മാത്രമാണ്. ഇവിടെ ദേശീയ ചാനലുകളിലെ യൂണിറ്റുകൾ, അല്ലെങ്കിൽ ദേശീയ ചാനൽ റിപ്പോർട്ടർമാർ ഇവിടെ ദിവസങ്ങളായി തമ്പടിച്ചുകൊണ്ട് ഇവിടെ റിപ്പോർട്ട് ചെയ്യുന്ന കാഴ്ചയുണ്ടായിരുന്നു. അത് കേരളത്തിലെ മറ്റേതെങ്കിലും ലോക്സഭാ മണ്ഡലത്തിന് ആ ഒരു പ്രിവിലേജ് ഇല്ല. അതിന് കാരണം നമുക്കറിയാം, ഇവിടെ മത്സരിക്കുന്ന UDF സ്ഥാനാർത്ഥി പ്രിയങ്ക ഗാന്ധി AIC ജനറൽ സെക്രട്ടറിയാണ്, ദേശീയ മുഖമാണ്. അതുകൊണ്ട് തന്നെയാണ് ദേശീയ ചാനൽ. അത് ഇപ്പോൾ പ്രിയങ്ക ഗാന്ധി മത്സരിക്കുന്നത് കൊണ്ട് തന്നെ, ദേശീയ ചാനലുകൾ വരുന്നത് കൊണ്ട് തന്നെ, ദേശീയ ശ്രദ്ധയിലേക്ക് ഈ ഇലക്ഷൻ എത്തുന്നതുകൊണ്ട് തന്നെ BJPക്കാവട്ടെ LDFനാവട്ടെ ഇവിടെ വോട്ട് കുറയുക എന്നുള്ളത് അചിന്ത്യമാണ്. ഒരുപക്ഷെ ജയിക്കും എന്ന കോൺഫിഡൻസ് അവർ അതിശക്തമായി പ്രകടിപ്പിക്കും. അങ്ങനെ പ്രകടിപ്പിക്കുമ്പോഴും അവരുടെ പ്രൈം ഫോക്കസ് അവർക്ക് ഒരു വോട്ട് പോലും കുറയാതിരിക്കുക, അവരുടെ പരമാവധി കേഡർ വോട്ടുകൾ പെട്ടിയിലേക്ക് എത്തിക്കുക, അതിനപ്പുറമുള്ള രാഷ്ട്രീയ വിഷയങ്ങളിൽ, രാഷ്ട്രീയ ചർച്ചയായ വിഷയങ്ങളിൽ മാറി വരുന്ന വോട്ടുകൾ സ്വന്തം പെട്ടിയിലേക്ക് എത്തിക്കുക എന്നുള്ള അക്ഷീണമായ പ്രയത്നം, എണ്ണയിട്ട യന്ത്രം പോലുള്ള അക്ഷീണമായ പ്രയത്നം നമ്മൾ ഈ പ്രചരണ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ്. അതിനുള്ള ഫലം ഉണ്ടാകുമെന്ന് തന്നെയാണ് മുന്നണികളുടെയും സ്ഥാനാർത്ഥികളുടെയും. ഹാഷ്മി പറഞ്ഞതുപോലെ തന്നെയാണ് പ്രിയങ്ക ഗാന്ധിയുടെ ഒരു വ്യക്തിപ്രഭാവത്തിൽ ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധ ആകർഷിക്കുന്നുണ്ടെങ്കിലും വളരെ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സാധാരണഗതിയിൽ ആ രീതിയിൽ ഒരു സ്ഥാനാർത്ഥിക്ക് അങ്ങനെ ഒരു മേൽക്കൈ ഉണ്ട് എന്നുള്ള കൂടുതൽ ആത്മവിശ്വാസം ഒരു മുന്നണിക്ക് ഉണ്ടാകുമ്പോൾ മറ്റു മുന്നണികൾ അല്ലെങ്കിൽ മറ്റു പാർട്ടികൾ ചിലപ്പോൾ ഒന്ന് പതിയെ പിൻവലിയുന്നത് കാണാറുണ്ട്. പക്ഷെ വയനാട്ടിൽ ആവേശത്തിന്, ആത്മവിശ്വാസത്തിന് മൂന്ന് മുന്നണികൾക്കിടയിലും ഒരേപോലെയാണ്, തുല്യമാണ്. കഴിഞ്ഞ ദിവസം കൊട്ടിക്കലാശത്തിന് അന്നൊക്കെ നമ്മൾ കണ്ടതാണ് റിജിത്ത്. സത്യൻ മൊകേരിയൊക്കെ ആവേശത്തിൽ ആറാടുകയായിരുന്നു. അത് എല്ലാവരും കൂടെ ചേർന്ന് ഡാൻസ് കളിക്കുന്നു. ആ രീതിയിൽ ആവേശത്തിന് ഒരു NDAയിലാണെങ്കിലും വളരെ അധികം ആത്മവിശ്വാസം അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇപ്പോൾ ഹാഷ്മി പറഞ്ഞതുപോലെ തന്നെയാണ്, അത് വോട്ട് ശതമാനം തന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനമായി വരുന്നത്, അല്ലേ? പ്രിയങ്ക ഗാന്ധിയുടെ ഭൂരിപക്ഷം എത്രയായിരിക്കും എന്നത് സംബന്ധിച്ചുള്ള ഒരു ആശയക്കുഴപ്പമേ UDF പ്രവർത്തകർക്കുള്ളൂ എന്നുള്ളതാണ് അവർ പറയുന്നത്. അവരുടെ പ്രതികരണങ്ങളിൽ നിന്നൊക്കെ അത് വ്യക്തമാണ്. ഇത്തവണ ഭൂരിപക്ഷം 5 ലക്ഷത്തിൽ നിന്ന് ഉയർത്തും എന്നുള്ളതാണ്. 8 ലക്ഷം എന്ന് വരെ പറയുന്നവരുണ്ട്. ഒരുപാട് വിവാദ വിഷയങ്ങളൊക്കെ കടന്നു വന്ന പ്രചാരണത്തിന് ശേഷം എന്തായാലും നമുക്കറിയാം, ഇനി അധികം സമയമൊന്നുമില്ല. എന്തായാലും അതിനൊക്കെ ഒരു ഉത്തരം കിട്ടാൻ കൂടി പോവുകയാണ്. എന്തായാലും ആ ജനവിധി ഇന്ന് കുറിക്കാൻ പോകുന്നു. നമുക്കൊപ്പം ദീപക് ധർമ്മടം കൂടി കൽപ്പറ്റയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ദീപക് ധർമ്മടം, നേരത്തെ ഹാഷ്മി താജ് ഇബ്രാഹിം സംസാരിക്കുകയായിരുന്നു. വയനാടിൻ്റെ ഒരു രാഷ്ട്രീയ സാഹചര്യം, മുന്നണികളുടെ പ്രതീക്ഷ, അതിൻ്റെ ഒരു വിലയിരുത്തൽ, പ്രചാരണ വിഷയങ്ങളായി എന്തൊക്കെ കടന്നു വന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കുകയായിരുന്നു. ഇനിയിപ്പോൾ വളരെ കുറച്ച് സമയം മാത്രമാണ്. 7 മണിയോടുകൂടി ആ ജനവിധി കുറിക്കാൻ പോവുകയാണ്. വലിയ പ്രതീക്ഷ മുന്നണികൾ വെച്ച് പുലർത്തുന്നുണ്ട്. മോക്ക് പോളിംഗ് അല്പസമയത്തിനകം തുടങ്ങും എന്ന് മനസ്സിലാക്കുന്നു. എവിടെയാണ് നിൽക്കുന്നത്? അവിടെയുള്ള തയ്യാറെടുപ്പുകൾ ഏത് തരത്തിലാണ്? പ്രത്യേകിച്ച് ഈ വയനാട് മണ്ഡലത്തിൻ്റെ കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്ത് പോകുന്നതിനിടയിൽ പ്രധാനമായി ചൂണ്ടിക്കാട്ടേണ്ട ഒരു കാര്യം, ആ ഉരുൾപൊട്ടലും അതിൻ്റെ ഇരകളായി മാറിയവരും മുണ്ടക്കൈ, ചുരൽമല മേഖലയിലൊക്കെ പ്രത്യേകമായി പോളിംഗിന് തയ്യാറാക്കിയിരിക്കുന്ന സജ്ജീകരണങ്ങൾ കൂടിയാണ്. അതുകൂടി വിശദീകരിക്കാം ദീപക്. ഗുഡ് മോർണിംഗ്. ആദ്യം റിജിത്ത്, സ്മിത, വെരി ഗുഡ് മോർണിംഗ്. ജനാധിപത്യത്തിൻ്റെ ഉത്സവം ആഘോഷമാക്കാൻ മലയാളികൾ എല്ലാ ഉത്സവങ്ങളും ആഘോഷമാക്കും. ജനാധിപത്യത്തിൻ്റെ ഉത്സവത്തിന് അല്പം വീറും വാശിയോടെയായിരിക്കും ആ ആഘോഷത്തിൽ പങ്കാളികളാവാർ. അതുതന്നെയാണ് വയനാട്ടിൽ നടന്നത്. ഈ കേരളത്തിൻ്റെ ഒരു വടക്ക് കിഴക്കൻ മലയോര മണ്ഡലം, ആ മണ്ഡലത്തിൽ ഇത്രമേൽ പ്രാധാന്യത്തിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ അതിന് നേരത്തെ ഹാഷ്മി പറഞ്ഞ പോലെ ദേശീയ പ്രാധാന്യം, ഒരു പാൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യുൻസി ഇന്ന് ഇന്ത്യയിലുണ്ടെങ്കിൽ, അത് ഉപതെരഞ്ഞെടുപ്പിലുണ്ടെങ്കിൽ അത് വയനാടാണ്. അതിന് കാരണം പ്രിയങ്ക ഗാന്ധി തന്നെയാണ്. പ്രിയങ്ക ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം കൊണ്ടാണ് അത് തുടങ്ങി വെച്ചത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി ഇവിടത്തേക്ക് വരുന്നു, ജയിക്കുന്നു, അയോഗ്യനായതിനു ശേഷം വീണ്ടും യോഗ്യനാകുന്നു, അന്നുള്ള പ്രതിഷേധം, അങ്ങനെ ഒരു തുടർച്ചയുടെ കഥ ഇവിടെ രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും പറയാനുണ്ട്. അതുകൊണ്ട് തന്നെ പ്രചരണഘട്ടത്തിൽ രാഷ്ട്രീയം ഏറെ പറഞ്ഞില്ല പ്രിയങ്ക ഗാന്ധി എന്നുള്ളതൊരു വസ്തുതയാണ്. അവർ വൈകാരികമായി പ്രതികരിക്കുകയാണ് എന്നാണ് ഇടതുമുന്നണിയുടെ ആരോപണം. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ഈ മണ്ണിൻ്റെ ഒരു പൾസായി മാറാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. ഒരുപക്ഷെ ആത്മവിശ്വാസം അത്രമേൽ കൂടുതലുള്ളത് കൊണ്ടാകാം ഇന്നലെ നിശബ്ദ പ്രചാരണ ദിവസം അവർ ഒരു വോട്ട് പിടിക്കാനോ അല്ലെങ്കിൽ ആരെങ്കിലും കാണാൻ പോയില്ല. പ്രിയങ്ക ഗാന്ധി
അവർ ഉല്ലാസയാത്രയിലായിരുന്നു എന്ന് പറഞ്ഞാൽ അതിൽ അതിശയോക്തിയില്ല. കാരണം അവർ ബാണാസുര സാഗറിലും മറ്റു ഫാമിലുമൊക്കെയായുള്ള യാത്രയിലായിരുന്നു. നിശബ്ദ പ്രചാരണത്തിൽ വോട്ട് പിടിക്കലായിരുന്നില്ല അവർ ലക്ഷ്യമിട്ടത്. പക്ഷേ എന്നാൽ അതേ സമയത്ത് ഈ മണ്ണിൻ്റെ, വയനാടൻ മണ്ണിൻ്റെ, വയനാടൻ ആദിവാസി ഊരുകളുടെ, വയനാടൻ കർഷക പ്രശ്നങ്ങളുടെ ഹൃദയത്തുടിപ്പ് അറിയുന്ന ആളാണ് സത്യൻ മൊകേരി. ഒരുപക്ഷെ ഒരു നല്ല കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന നിലയിൽ അറിയപ്പെടുന്ന സത്യൻ മൊകേരിയെ ഇടതുമുന്നണി ഇവിടെ സ്ഥാനാർത്ഥിത്വത്തിലേക്ക് നിശ്ചയിക്കപ്പെടുമ്പോൾ ലക്ഷ്യമൊന്നാണ്. അതായത് ആനി രാജ മത്സരിച്ചിടത്തേക്ക് ഒരു ദേശീയ നേതാവിന് പകരം ഒരു സംസ്ഥാന തലത്തിൽ കൂടുതൽ പ്രാധാന്യമുള്ളൊരു നേതാവിന് ഇടുമ്പോൾ ഈ മണ്ണിൻ്റെ മണമറിയാം എന്നുള്ളത് തന്നെയാണ് കണ്ടത്. അതുകൊണ്ട് തന്നെ അത്രമേൽ ജനസ്വാധീനമുള്ള ഒരാൾ വോട്ട് ഷെയറിൽ വർധനവുണ്ടാക്കുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്നു CPI ഇടതുമുന്നണി. മാത്രവുമല്ല, ഒരു ചരിത്രം പരിശോധിച്ചാൽ വയനാടിൽ ഇന്നോളം LDFിന് കിട്ടിയ, ഇടതുമുന്നണിക്ക് കിട്ടിയ ഏറ്റവും വലിയ വോട്ട് സത്യൻ മൊകേരിക്കായിരുന്നു എന്നുള്ളതും അവരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു. BJP ആണെങ്കിൽ മറ്റൊരു രീതിയിലാണ് ഇതിനെ ഓപ്പറേറ്റ് ചെയ്തത്. കെ സുരേന്ദ്രൻ മത്സരിച്ച, കെ സുരേന്ദ്രൻ വോട്ട് ഷെയർ ഉയർത്തിയ ഒരു മണ്ഡലത്തിലേക്ക് കോഴിക്കോട് നഗരസഭയിൽ കോർപ്പറേഷനിൽ കൗൺസിലറായി അവിടുത്തെ ജില്ലയിലെ പ്രവർത്തകയായി, മഹിളാമോർച്ച പ്രവർത്തകയായി വന്ന നവ്യ ഹരിദാസിനെ സ്ഥാനാർത്ഥിയാക്കി. മികച്ച പ്രചരണം, ആ പ്രചരണത്തിലൂടെ ഒപ്പത്തിനൊപ്പം പിടിക്കാൻ NDAക്കും സാധിച്ചു. ഒരു കാര്യം സ്മിത നമുക്ക് കൃത്യമായി പറയാൻ പറ്റും റീജിത്ത്, ഏറ്റവും കൃത്യമായി പറഞ്ഞാൽ പ്രചരണത്തിൽ 3 മുന്നണികൾ ഒപ്പത്തിനൊപ്പമായിരുന്നു. ആത്മവിശ്വാസം സംശയലേശമില്ലാതെ ഒപ്പത്തിനൊപ്പമായിരുന്നു. എന്നാൽ കോൺഗ്രസ് ക്യാമ്പ് പറയുന്നത് 8ലേക്ക്, നേരത്തെ സ്മിത പറഞ്ഞ പോലെ അത് ചിരിച്ചേ നമുക്ക് പറയാൻ പറ്റൂ, 8 ലക്ഷത്തിൻ്റെ ഭൂരിപക്ഷമൊക്കെ ഉണ്ടാക്കുമെന്നുള്ളത് അതൊന്നും സാധ്യമാകുമെന്ന് തോന്നുന്നില്ല. കാരണം അത്രമേൽ മികച്ച പ്രചരണം നടന്നു. മാത്രവുമല്ല, കോൺഗ്രസ് രാഷ്ട്രീയം പറയുന്നില്ല. മാത്രവുമല്ല, ചൂരൽമല ദുരന്തത്തിന് ശേഷം കേന്ദ്ര സർക്കാർ പണം അനുവദിക്കാത്ത വിഷയം കൃത്യമായി പാർലമെൻറ്റിൽ ഉന്നയിക്കാൻ തയ്യാറാകുന്നില്ല. തുടങ്ങിയ വിഷയങ്ങൾ രാഷ്ട്രീയ വിഷയങ്ങളിൽ കേന്ദ്രീകരിച്ചായിരുന്നു ഇടതുമുന്നണിയുടെ പ്രചരണം. ഏതായാലും 7 മണിയോടുകൂടി ജനം പോളിംഗ് ബൂത്തിലേക്ക് എത്തുകയാണ് ജനവിധി തീരുമാനിക്കാൻ. ഇനി ഈ ഭൂരിപക്ഷമായിരിക്കും ഈ ദേശീയ തലത്തിൽ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. വിജയം UDFന് ഉറപ്പാണ്. പക്ഷേ ഭൂരിപക്ഷത്തിലെ വർധനവും കുറവും വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടും. പ്രിയങ്ക ഗാന്ധിയുടെ കന്നി അംഗത്തിൻ്റെ രാഷ്ട്രീയ ഇമ്പാക്റ്റ് എന്താണ് പൊളിറ്റിക്കൽ ബാറ്റിൽ എന്നുള്ളത് കൃത്യമായി കണ്ടെത്തുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയായിരിക്കും. ചർച്ച കേന്ദ്രീകരിക്കുക ഭൂരിപക്ഷത്തിലും അതുപോലെ തന്നെ പോളിംഗ് ശതമാനത്തിലും കേന്ദ്രീകരിച്ചായിരിക്കും ഇനിയുള്ള മണിക്കൂറുകളിൽ എന്നുള്ളത് ഉറപ്പാണ്. സ്മിത, ദീപക്, ഈ സാധാരണ നമ്മൾ ചർച്ചയാകുന്ന വിഷയങ്ങൾ പറഞ്ഞാൽ കൂടുതൽ ഓരോ മുന്നണികളും ഓരോ രീതിയിലുള്ള വിഷയങ്ങൾ ചർച്ചയാകുന്നു. വയനാട്ടിൽ നമ്മൾ ശ്രദ്ധിച്ച ഒരു കാര്യം, പ്രിയങ്ക ഗാന്ധി ആദ്യം മുന്നോട്ട് വയ്ക്കുന്ന വിഷയങ്ങൾ രാത്രി യാത്രാ നിരോധനം, അതോടൊപ്പം തന്നെ ഈ ഉരുൾപൊട്ടൽ തുടങ്ങിയ പ്രകൃതി ദുരന്തങ്ങൾ, അത്തരം കാര്യങ്ങൾക്ക് എന്തു ചെയ്യാൻ കഴിയും, അതോടൊപ്പം വന്യജീവി വിഷയം, മെഡിക്കൽ കോളേജിൻ്റെ വിഷയം, ഇത് മുന്നോട്ട് വെച്ച് പറയുമ്പോൾ അതേസമയം തന്നെ പ്രതിപക്ഷം UDF ആകട്ടെ അല്ലെങ്കിൽ NDA മുന്നണി ആകട്ടെ ഇരുകൂട്ടരും വിമർശനവുമായി എത്തിയത് രാഹുൽ ഗാന്ധിയാണ് ഇത്രയും നാളുണ്ടായിരുന്നത്. എന്നിട്ട് ഈ വിഷയങ്ങൾക്കൊന്നും ഇപ്പോഴും പരിഹാരമായില്ല. ഇപ്പോഴും അതേ വിഷയം തന്നെ മുന്നോട്ട് വയ്ക്കുന്നു എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഒരേ രീതിയിൽ മുന്നോട്ട് വയ്ക്കുന്ന വിഷയം അത് വീണ്ടും എല്ലാ 3 മുന്നണികളും ഒരേ രീതിയിൽ തന്നെ അത് ചർച്ചയാക്കുന്ന ഒരു കാഴ്ചയും നമ്മൾ കണ്ടുവല്ലേ? അതുതന്നെയാണ് സ്മിത പറഞ്ഞത്. വളരെ കൃത്യമായ വിലയിരുത്തലാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, രാഹുൽ ഗാന്ധി 5 വർഷം ഒരു ടേം, അത് കഴിഞ്ഞ് രണ്ടാമത് വീണ്ടും ഇവിടുന്ന് MP, ആ MP സ്ഥാനം രാജിവെച്ച ഉപതെരഞ്ഞെടുപ്പിലാണ് പ്രിയങ്ക ഗാന്ധി സഹോദരി മത്സരിക്കുന്നത്. എൻ്റെ സഹോദരി മികച്ച പാർലമെൻറ്റേറിയൻ ആയിരിക്കുമെന്ന് രാഹുൽ ഗാന്ധി പറയുമ്പോൾ രാഹുൽ ഗാന്ധി എന്തു ചെയ്തു ഇവിടെ എന്ന ചോദ്യമാണ് ഇടതുമുന്നണിയും BJPയും ചോദിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, ഈ ബന്ദിപ്പൂർ വനമേഖലയിലൂടെയുള്ള രാത്രിയാത്രാ നിരോധനം, അത് വയനാടിനെ വലിയ രീതിയിൽ ബാധിക്കുന്നതാണ്. പക്ഷേ ആ പ്രശ്നം പരിഹരിക്കാൻ ഇന്ന് രാഹുൽ ഗാന്ധിക്കാണ് ഏറ്റവും എളുപ്പം. ഹൈക്കമാൻഡ് നിശ്ചയിച്ച കോൺഗ്രസ് സർക്കാർ അവിടെ ഭരിക്കുന്ന സമയത്ത് കർണാടക സർക്കാരുമായി മധ്യസ്ഥത ചർച്ച നടത്തി പ്രശ്നം പരിഹരിക്കാവുന്നതാണ്. പക്ഷേ അത്തരത്തിലുള്ള ഒരു പ്രശ്ന പരിഹാരത്തിലേക്ക് രാഹുൽ ഗാന്ധി കടന്നില്ല. രാഹുൽ ഗാന്ധി ചെയ്യാത്തത് ഇനി പ്രിയങ്ക ഗാന്ധി ചെയ്യുമോ, ഇത് പറ്റിക്കലാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇടതുമുന്നണിയുടെ ക്യാമ്പയിൻ. മാത്രമല്ല, സത്യൻ മൊകേരി വളരെ കാര്യക്ഷമമായ മറ്റൊരു ചോദ്യമുണ്ട്. ഈ എന്തിനാണ് വയനാട്ടിലെ ജനങ്ങൾ രാഹുൽ ഗാന്ധി പറ്റിച്ചത്, വഞ്ചിച്ചത്, ഇതൊരു പൊളിറ്റിക്കൽ ബിറ്ററാണ് എന്നുള്ള നിലയിൽ പറഞ്ഞുള്ള പ്രചരണം ഒരുപക്ഷേ അത് സാധാരണ സമൂഹത്തിലല്ലെങ്കിലും ഈ മധ്യവർഗത്തിലും ഉപരിവർഗത്തിലും ചെറിയ രീതിയിലെങ്കിലും ഒരു ക്ലച്ച് പിടിച്ചിട്ടുണ്ട് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അതിൻ്റെ ഒരു കാരണം ഇത്രയേ ഉള്ളൂ. കാരണം വടക്കേ ഇന്ത്യയിൽ നിന്നും ഒരു സുരക്ഷിത താവളത്തിന് വേണ്ടി ഇവിടെ വന്നു. എന്നാൽ ഇവിടുത്തെ ജനങ്ങളെ വിട്ടുകൊണ്ട് പിന്നീടും വടക്കേ ഇന്ത്യയിലേക്ക് പോവുകയും ഇവിടെ സ്വന്തം സഹോദരിയെ തന്നെ സ്ഥാനാർത്ഥിയാക്കുകയും ചെയ്യുന്ന ആ ഒരു കുടുംബ വാഴ്ചയുടെ തുടർച്ചയായി അതിനെ വ്യാഖ്യാനിക്കുന്ന കാര്യത്തിൽ ഇടതുമുന്നണി ഏറെ മുൻപിലേക്ക് പോയി എന്നുള്ളത് വസ്തുത തന്നെയാണ്. അപ്പം മറ്റു വിഷയങ്ങൾ, ഈ മെഡിക്കൽ കോളേജ് വിഷയവും മറ്റു
വിഷയങ്ങളുമൊക്കെ രാഷ്ട്രീയം പറയുന്നതിന് പകരം വൈകാരികമായി വിഷയങ്ങളെ കാണുന്നതാണ് എന്നുള്ളതാണ് ഇടതുമുന്നണിയും NDAയും പറയുന്നത്. ഏതായാലും ഈ പ്രിയങ്ക ഗാന്ധിയുടെ പ്രസംഗം മിക്കവാറും എനിക്ക് തോന്നുന്നു ഞാൻ ഏതാണ്ട് ഒരു 10 പ്രസംഗത്തിലേറെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിലൊന്നും തന്നെ ഈ കൃത്യമായ രാഷ്ട്രീയം പറഞ്ഞു പോയിട്ടില്ല. അവർ സഹോദരനെക്കുറിച്ചും അതുപോലെ ഈ നാട്ടിലെ കാര്യങ്ങളെക്കുറിച്ചും പറഞ്ഞു പോവുകയായിരുന്നു ഉണ്ടായിരുന്നത്. ഇതുതന്നെയാണ് ഇടതുമുന്നണിയും BJPയും NDAയും ആരോപണമായി ഉന്നയിക്കുന്നത്. എന്ത് രാഷ്ട്രീയമാണ് പ്രിയങ്കയ്ക്ക് പറയാനുള്ളത് എന്നുള്ളതാണ്. ഒരുപക്ഷെ ഈ വയനാട് മണ്ഡലം എത്രമാത്രം പൊളിറ്റിക്കലാണ് എന്നുള്ളത് കൂടി തിരിച്ചറിയുന്ന ഒരു പോളിംഗ് ശതമാനവും അതുപോലെ തന്നെ ഈ ഭൂരിപക്ഷ ശതമാനവും ആയിരിക്കും വിലയിരുത്തപ്പെടുന്നത്. അതായിരിക്കാം വിലയിരുത്തപ്പെടുന്നത്. അതായത് വയനാട് എത്രമാത്രം ഹൗ മച്ച് പൊളിറ്റിക്കൽ എന്നുള്ളത് കണ്ടെത്തുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടി ആയിരിക്കും ഇതെന്ന് തീർച്ചയാണ് സ്മിത ഒപ്പം റിജിത്ത്. ദീപക് ധർമ്മടം വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയായിരുന്നു കൽപ്പറ്റയിൽ നിന്ന്. ഇതാ സമയം 5:20 ആവുകയാണ്. 7 മണിയോടുകൂടി വോട്ടെടുപ്പ് തുടങ്ങാൻ പോകുന്നു. മോക്ക് പോളിംഗിനുള്ള നടപടികളൊക്കെ അല്പസമയത്തിനകം തന്നെ തുടങ്ങാൻ പോകുന്നു. നേരത്തെ വയനാട്ടിലെ രാഷ്ട്രീയ സാഹചര്യം, മുന്നണികളുടെ പ്രതീക്ഷകളൊക്കെ പങ്കുവെക്കുകയായിരുന്നു ദീപക് ധർമ്മടവും ഹാഷ്മി താജ് ഇബ്രാഹിമും. ദീപക് ചൂണ്ടിക്കാട്ടിയതുപോലെ പ്രിയങ്ക ഗാന്ധിയുടെ സാന്നിധ്യം അത് പ്രധാനമാണ്. അവരുടെ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലുടനീളം അവരുടെ പ്രസംഗങ്ങൾ, അവരുടെ ശരീരഭാഷ, അതൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും. വളരെ വൈകാരികമായ വിഷയങ്ങളിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. പ്രിയങ്ക ഗാന്ധിയുടെ പ്രസംഗം തുടങ്ങുന്നതിന് മുമ്പ്, ആദ്യ പ്രസംഗമായിക്കോട്ടെ, വന്നതിന് ശേഷം ആദ്യമുള്ള പ്രസംഗമായിക്കോട്ടെ, അപ്പോഴൊക്കെ നമ്മൾ ശ്രദ്ധിച്ചത് എന്താണ് പ്രിയങ്ക ഗാന്ധി പറയാൻ പോകുന്നത് എന്നുള്ളതായിരുന്നു. എന്താണ് അവരുടെ പൊളിറ്റിക്കൽ സ്ട്രാറ്റജി ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ എന്നുള്ളതായിരുന്നു. അതിൽ കേന്ദ്ര സർക്കാരിനെ കടന്നാക്രമിച്ചുകൊണ്ടുള്ള ഒരു പ്രസംഗമായിരിക്കുമോ, അതോ സംസ്ഥാന സർക്കാരിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള, വികസന വിഷയങ്ങളിൽ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ആയുധമായിരിക്കുമോ പ്രിയങ്ക ഗാന്ധി ഉപയോഗിക്കുക എന്നൊക്കെ നമ്മൾ നോക്കി. പക്ഷേ ആ പ്രസംഗങ്ങളിലുടനീളം, രാഹുലിൻ്റെ പ്രസംഗങ്ങളിലുടനീളമൊക്കെ നമ്മൾ കണ്ടത് വളരെ വൈകാരികമായ, അത് സഹോദരനുമായുള്ള അടുപ്പത്തെക്കുറിച്ചായിക്കോട്ടെ, തനിക്ക് വയനാടിനെക്കുറിച്ച് താൻ അറിഞ്ഞ കാര്യങ്ങൾ, സഹോദരൻ തന്നോട് പങ്കുവെച്ച കാര്യങ്ങൾ, അങ്ങനെ വളരെ ഇമോഷണലായ, അല്ലെങ്കിൽ വളരെ വൈകാരികമായ വിഷയം. മലയാളികളെ ഒട്ടും നമുക്ക് കുറച്ച് കാണാൻ കഴിയില്ല. രാഷ്ട്രീയം പറഞ്ഞാൽ അവർ രാഷ്ട്രീയം തന്നെ പറയും. അതേസമയത്ത് ഇമോഷണൽ ആണെങ്കിൽ അവർ അങ്ങേയറ്റം ഇമോഷണൽ ആകും. അപ്പോൾ ഇത് ഏത് രീതിയിലാണ്, ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ രാഷ്ട്രീയം അധികം പറഞ്ഞില്ല എന്നുള്ളത് ഏത് രീതിയിലാണ് വോട്ടേഴ്സിനെ ബാധിക്കുക എന്നുള്ള കാര്യം ദേശീയ തലത്തിലെ പ്രതിപക്ഷം എന്നുള്ള നിലയിൽ കൂടി നമ്മൾ ചിന്തിക്കുമ്പോൾ പ്രിയങ്ക ഗാന്ധി എന്തിന് ഇവിടെ വന്ന് മത്സരിക്കുന്നു എന്നുള്ളതായിരുന്നു ഏറ്റവും ഫസ്റ്റ് ക്യാമ്പയിൻ. അതായിരുന്നു ആദ്യത്തെ പ്രചാരണ വിഷയം. CP അടക്കം അതിശക്തമായി അത് ഉയർത്തുന്നത് നമ്മൾ കണ്ടു. പക്ഷേ പ്രിയങ്ക ഗാന്ധിയുടെ വരവ് ഉറപ്പായിരുന്നു. ആ വരവിന് ശേഷം അതിനെ പ്രതിരോധിക്കാനുള്ള വിഷയങ്ങൾ എടുത്തിരുന്നതാണ് ഇടത് ക്യാമ്പിൽ നിന്ന് നമ്മൾ കണ്ടത്. നമ്മൾ വയനാട് മണ്ഡലത്തിന്റെ കാര്യങ്ങളാണ് വളരെ വിശദമായി ഈ സമയം ചർച്ച ചെയ്തത്. മറ്റൊരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, ഈ വയനാടാകട്ടെ ചേലക്കരയാകട്ടെ, നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ തന്നെ കാണുമ്പോൾ വലിയ സംഘർഷത്തിലേക്കൊക്കെ പോകുന്ന രീതിയിൽ നമ്മുടെ ചർച്ചകളിലൊക്കെ തന്നെ നമ്മൾ കാണാറുണ്ട്. പരസ്പരം ആരോപണങ്ങൾ, പ്രത്യാരോപണങ്ങൾ. പക്ഷേ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കിയാൽ ഈ സംഘർഷബാധിത ബൂത്തുകൾ എന്നൊക്കെ പറയുന്ന ചിലയിടങ്ങൾ, അത് നമുക്ക് കേരളത്തിൽ പൊതുവെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കുറവാണ് കാണാറ്. പക്ഷെ ഇത്തവണ അത് എങ്ങനെയായിരിക്കുമെന്നറിയില്ല. അതിനുവേണ്ടിയുള്ള സുരക്ഷ അതൊക്കെ ഏത് രീതിയിലാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത് എന്നുള്ളതൊക്കെ നമുക്ക് വരും മണിക്കൂറുകളിൽ നോക്കേണ്ടിയിരിക്കുന്നു. നമുക്കിനി ചേലക്കരയിലേക്ക് പോകാമെന്ന് തോന്നുന്നു. അവിടുന്ന് അശ്വിൻ പാലാഴിയാണ് ചേരുന്നത്. ചേലക്കരയിൽ എവിടെയാണ് അശ്വിൻ നിൽക്കുന്നത്? അശ്വിൻ, ഗുഡ് മോർണിംഗ്. ദേശമംഗലത്താണ് അശ്വിൻ നിൽക്കുന്നത് അല്ലേ? നേരെ വെളുത്തു വരുന്നതേ ഉള്ളൂ. ഗുഡ് മോർണിംഗ് റിജിത്ത് ആൻഡ് സ്മിത. ദേശമംഗലം. അതെ, ചേലക്കര വിധി എഴുതാൻ പോവുകയാണ്. ഇടത് കോട്ട എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കുന്നുണ്ടെങ്കിലും ആ കോട്ടയെ ഇളക്കും എന്നുള്ളതാണ് ഇത്തവണ UDFന്റെ അവകാശവാദം. അതിശക്തമായ പ്രചാരണം നമ്മൾ കണ്ടു. വളരെ ഏറ്റവും സെൻസിറ്റീവായ വിഷയങ്ങൾ അതിൽ ഇടം പിടിക്കുന്നത് നമ്മൾ കണ്ടു. ശക്തമായ രാഷ്ട്രീയ വിഷയങ്ങൾ അതിൽ ഇടം പിടിക്കുന്നത് നമ്മൾ കണ്ടു. അതിനെല്ലാം ഒടുവിൽ ജനം വിധി എഴുതാൻ പോകുന്നു. ഇനി വളരെ കുറച്ച് സമയം മാത്രം. അശ്വിൻ പാലാഴി. റിജിത്ത്, സ്മിത, എന്തായാലും ഈ ചേലക്കരയുടെ ഹൃദയം എന്ന് പറയുന്നത് ദേശമംഗലമാണ്. ദേശമംഗലം എന്ന് പറയുന്ന പഞ്ചായത്ത് CPMന് നൽകുന്ന ആത്മവിശ്വാസവും കരുത്തും ചെറുതല്ല. കാരണം തുടക്കം മുതൽ തന്നെ CPMന് ഉറച്ച കോട്ട എന്നുള്ള ചേലക്കര മണ്ഡലം, അതിൽ അത്രത്തോളം ഉറച്ച കോട്ട ദേശമംഗലമാണ്. കാരണം തുടക്കം മുതൽ തന്നെ CPM ഭരിക്കുന്ന പഞ്ചായത്താണ്. അതിൽ LDFന്റെ സ്ഥാനാർത്ഥി UR പ്രദീപ് 2000 മുതൽ 2005 വരെ പ്രസിഡന്റായിരുന്നു ദേശമംഗലം പഞ്ചായത്തിൽ. അതിനുശേഷം 2005 മുതൽ 2010 വരെ വൈസ് പ്രസിഡന്റായി, പിന്നീട് ഭരണസമിതി അംഗമായി, ദേശമംഗലത്തെ സഹകരണ ബാങ്കിന്റെ സെക്രട്ടറിയായി, ഡയറക്ടറായി, അങ്ങനെ ദേശമംഗലത്തിന്റെ ഹൃദയമാണ് UR പ്രദീപ് എന്നൊക്കെയാണ് LDF അവകാശപ്പെടുന്നത്. ഇപ്പോൾ ദേശമംഗലം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയാണ് CPMന്. അങ്ങനെ അത്രത്തോളം ദേശമംഗലവുമായി ചേർന്ന് നിൽക്കുന്ന, അല്ലെങ്കിൽ ദേശമംഗലത്തെ ഹൃദയത്തിലേറ്റിയ ഒരു പാർട്ടിയാണ് CPM എന്നാണ് LDF അവകാശപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ദേശമംഗലത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ CPMന് ഒട്ടും ആശങ്കയില്ല. മൊത്തത്തിൽ മണ്ഡലത്തിലെ ചിത്രത്തിലേക്ക് വന്നാൽ ചരിത്രത്തിൽ ഇന്നേ വരെ ചേലക്കര കാണാത്ത വലിയ പ്രചാരണ കാലമാണ് കഴിഞ്ഞ 3.5 ആഴ്ച കൊണ്ട് തീർന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത്രത്തോളം നേരത്തെ റിജിത്ത് സൂചിപ്പിച്ചതുപോലെ സെൻസിറ്റീവായ പല വിഷയങ്ങളും, രാഷ്ട്രീയമായ വിഷയങ്ങളും എല്ലാം
അതിനും അപ്പുറത്തേക്ക് സംസ്ഥാന രാഷ്ട്രീയം തന്നെ ചർച്ച ചെയ്ത പല കാര്യങ്ങളും ചേലക്കര എന്ന ഈ കൊച്ചു ഗ്രാമത്തിൽ ചർച്ചയായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ വോട്ടർമാരെ സ്വാധീനിക്കുന്നതും സ്വാധീനിക്കാത്തതുമായ ഒരുപാട് വിഷയങ്ങളിലൂടെയാണ് ഈ കഴിഞ്ഞ പ്രചാരണ കാലം കടന്നുപോയത്. അതിൻ്റെയൊക്കെ അന്തിമ വിധി എന്താണ് എന്നുള്ള ഒരു തീരുമാനം, ആ തീരുമാനത്തിലേക്ക് ചേലക്കരയിലെ സാധാരണക്കാർ വോട്ടർമാർ നടന്നു നീങ്ങുന്ന മണിക്കൂറുകളാണ് ഇന്ന്. ഏകദേശം ഒരു 7 മണിയോടുകൂടി തന്നെ പോളിംഗ് ആരംഭിക്കും. 6:30 മോക്ക് ടെസ്റ്റ് ഉണ്ടാകും. അങ്ങനെ പല രാഷ്ട്രീയ വിഷയങ്ങളിലൂടെ കടന്നുപോയ നാടിന്ന് വിധി എഴുതുകയാണ്. UDF-നെ സംബന്ധിച്ച് വലിയ ആത്മവിശ്വാസം അവർക്കുണ്ട്. ഇടതുകോട്ടയിൽ ഇളക്കമുണ്ടാക്കാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസം അവർക്ക് നൽകുന്നത് പല ഘടകങ്ങളാണ്. അത് തുടക്കം മുതൽ ഈ പ്രചരണത്തിലുണ്ടായ മേൽക്കൈ, കഴിഞ്ഞ 6 മാസക്കാലം മുന്നേ തന്നെ മണ്ഡലത്തിൽ സജീവമായി തെരഞ്ഞെടുപ്പിന് വേണ്ടി മാത്രം പ്രവർത്തിക്കാൻ ഒരു ടീമുണ്ടാക്കി അത് 6 മാസം മുന്നേ തന്നെ അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ച ഒരു മുന്നണി എന്നുള്ള നിലയിൽ UDF-ന് നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല. അതേസമയം LDF-ലേക്ക് വരുമ്പോൾ കടുത്ത ആത്മവിശ്വാസം ഉണ്ടായിരുന്നെങ്കിലും അവസാന കാലത്തേക്ക് എത്തുമ്പോൾ ആത്മവിശ്വാസത്തിലൊരു ഇടിവ് സംഭവിച്ചതും നമ്മൾ കണ്ടതാണ്. പാർട്ടി സെക്രട്ടറി നേരിട്ട് മണ്ഡലത്തിൽ ക്യാമ്പ് ചെയ്തുകൊണ്ട് ആ പ്രചരണത്തെ വീണ്ടും ഊർജ്ജസ്വലമാക്കാൻ ശ്രമിക്കുന്നതെല്ലാം നമ്മൾ കണ്ടതാണ്. UDF LDF-ന് നൽകിയ പ്രഹരം ചെറുതല്ല. തുടക്കം മുതൽ തന്നെ അവർ കെ രാധാകൃഷ്ണൻ്റെയും UR പ്രദീപിൻ്റെയും തമ്മിലടിയൊക്കെ വലിയ ചർച്ചയാക്കുകയും അത് രാഷ്ട്രീയമായി തന്നെ LDF-നെ പ്രതിരോധിക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്തതാണ്. പക്ഷേ അതെല്ലാം LDF മറികടന്നു. അതിനിടെ ചേലക്കര പൂരം വെടിക്കെട്ടുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ BJP ഉയർത്തിക്കൊണ്ടുവന്നു. അതിനെയും പ്രതിരോധിച്ചു LDF. ആ പ്രതിരോധമെല്ലാം ഫലം കാണുമോ എന്നൊക്കെ അറിയേണ്ട മണിക്കൂറുകളാണ്, അതൊക്കെ വിധി എഴുതുന്ന മണിക്കൂറുകളാണ് വരാൻ പോകുന്നത്. എന്തായാലും സമാനതകളില്ലാത്ത പ്രചാരണ കാലമാണ് സ്മിത ശ്രീജിത്ത് ചേലക്കരയിലൂടെ കടന്നുപോയത്. കെ രാധാകൃഷ്ണന്റെ ഒഴിവിലേക്കുള്ള മത്സരമാണ്. കെ രാധാകൃഷ്ണനുമായി ചുറ്റിപ്പറ്റി തന്നെ ചില വിവാദങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാൻ ഇടത് ക്യാമ്പ് ശ്രമിക്കുന്നത് നമ്മൾ കണ്ടു. അത് നേരത്തെ അശ്വിൻ സൂചിപ്പിച്ച പൂരം വിവാദമായിക്കോട്ടെ, ഏറ്റവും ഒടുവിൽ വന്ന വിവാദമായിക്കോട്ടെ, അതൊക്കെ മണ്ഡലത്തിൽ എഫക്റ്റ് ചെയ്യും എന്നൊരു പ്രതീക്ഷ UDF ക്യാമ്പ് വെച്ച് പുലർത്തുന്നുണ്ട്. മറ്റൊന്ന് ഈ DMK-യുടെ സാന്നിധ്യമാണ്. DMK-യുടെ സാന്നിധ്യം അത് ഏത് തരത്തിലാണ് മണ്ഡലത്തിൽ ചർച്ചയായിട്ടുള്ളത് എന്നുള്ളത് നമുക്കറിയാം. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ PV അൻവർ എന്നുള്ളതൊരു പ്രധാന പോയിന്റായി നിൽക്കുന്നതും അതിന് പിന്നാലെ ഉണ്ടായ വാദപ്രതിവാദങ്ങളും ഒക്കെ നമ്മൾ കണ്ടല്ലോ അശ്വിൻ. തീർച്ചയായും ഈ രാധാകൃഷ്ണന്റെ കാര്യത്തിലേക്ക് വന്നാൽ കെ രാധാകൃഷ്ണൻ ചേലക്കര മണ്ഡലം ഉള്ളംകൈ പോലെ അറിയാവുന്ന ഒരു വ്യക്തിയാണ്. ആ രാധാകൃഷ്ണന്റെ അഭാവം തുടക്കകാലത്തിൽ UDF ചർച്ചയാക്കിയതിൽ വലിയ അത്ഭുതമൊന്നുമില്ല. കാരണം അദ്ദേഹം പല സമയങ്ങളിലും ഈ പ്രചരണത്തിൽ നിന്ന് വിട്ടുനിന്നത് വലിയ ശ്രദ്ധ ആകർഷിച്ചിരുന്നു. അതിനിടെ അങ്ങനെ ഒരു വിവാദമുണ്ടായതിനെ ചെറുക്കാൻ പിന്നീട് രാധാകൃഷ്ണനെ UR പ്രദീപിൻ്റെ തോളോട് തോൾ ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന കാര്യത്തിലേക്കാണ് പാർട്ടി എത്തിച്ചത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. മറ്റൊന്ന് PV അൻവറാണ്. PV അൻവർ തുടക്കം മുതൽ തന്നെ ചേലക്കരയിൽ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനമാണ് നടന്നത്. ഇന്നലെ ഉണ്ടായ വാർത്താ സമ്മേളന വിവാദമാണെങ്കിൽ പോലും അതും ചേലക്കരയിലാണ് ഉണ്ടായത്. ഒപ്പം അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥി NK സുധീറിനെ സംബന്ധിച്ച് ചേലക്കരയിൽ മുൻപ് UDF-ന് സ്ഥാനാർത്ഥിയായിരുന്നു. 2019 ലോക്സഭയിലേക്ക് മത്സരിച്ചതാണ്. അദ്ദേഹം വലിയ വോട്ടുകൾ നേടിയിരുന്നു. അന്നുണ്ടായ ചില വിവാദങ്ങളാണ് അദ്ദേഹത്തെ ഏകദേശം 2000-ഓളം വോട്ടുകളുടെ 20,000-ഓളം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ പരാജയപ്പെടുത്തിയത് എന്നുള്ളതാണ് അന്ന് ചർച്ചയായത്. എന്തായാലും അതിനുശേഷം AICC അംഗമൊക്കെയായിരുന്നു അദ്ദേഹം. UDF-നോട് ഇടഞ്ഞ് PV അൻവറിൻ്റെ പാളയത്തിൽ പോയി DMK-യുടെ പിന്തുണയോടുകൂടി സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ അത് UDF-ന് വലിയ വെല്ലുവിളിയാകുന്നുണ്ട്. ഈ NK സുധീർ ആരുടെ വോട്ടാണ് കൂടുതൽ പിടിക്കുക എന്നുള്ളതാണ് ചേലക്കരയിൽ നിർണായകമാവുക. അത് ആരുടെ വോട്ടാണെങ്കിലും അത് രണ്ട് മുന്നണികൾക്കും വെല്ലുവിളിയാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. NK സുധീർ കൊണ്ടുപോകുന്നത് LDF-ന്റെ വോട്ടാണെങ്കിൽ PV അൻവറിൻ്റെ ആ ഒരു വ്യക്തി സ്വാധീനത്തിലൂടെ ഒരു വലിയ വിഭാഗം ഇടത് വോട്ടുകൾ NK സുധീറിന് നേടിക്കൊടുക്കാനാകുമെന്നുള്ളൊരു ആത്മവിശ്വാസം PV അൻവറും വയ്ക്കുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് SDP-യുടെ പരോക്ഷ പിന്തുണ PV അൻവറിൻ്റെ സ്ഥാനാർത്ഥിക്കാണ്. അത് അവർ കഴിഞ്ഞ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ചേലക്കര മണ്ഡലത്തിൽ ഏകദേശം 2500-ഓളം SDP വോട്ടുകളാണുള്ളത്. അതിലൊരു 2000-ഓളം വോട്ടുകളെങ്കിലും ഈ NK സുധീർ നേടിയാൽ അതും വലിയ തിരിച്ചടിയാകും. അപ്പോൾ മുഴുവൻ ഒരു 5000-6000 വോട്ടുകൾ NK സുധീർ നേടിയാൽ അതും വലിയ വെല്ലുവിളിയാകും. ഒരുപക്ഷെ അത് വേണമെങ്കിൽ NK സുധീറിൻ്റെ അല്ലെങ്കിൽ അൻവറിൻ്റെ ഒക്കെ ഒരു വിജയമായി തന്നെ കാണാവുന്ന കാര്യങ്ങളിലേക്കൊക്കെ ഈ 5000-6000 വോട്ടൊക്കെ നേടിയാൽ ഉണ്ടാകും. എന്തായാലും സമാനതകളില്ലാത്ത മത്സരം അത് ചേലക്കരയിൽ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. യെസ്, അശ്വിൻ പാലാഴിയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അശ്വിൻ പറഞ്ഞതുപോലെ തന്നെയാണ് ഈ ചേലക്കര വലിയ ചേലുള്ളൊരു സ്ഥലമാണ്. ഗ്രാമീണതയാണ് അവിടെയുള്ളത്. സൗമ്യരായ മനുഷ്യരാണ്. പക്ഷേ ഈ ദിവസങ്ങളിലെല്ലാം നമ്മൾ കണ്ടതാണ് വ്യക്തമായ രാഷ്ട്രീയ ബോധ്യമുള്ള മനുഷ്യരാണ് അവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ കഴിഞ്ഞ 25 വർഷങ്ങളായി LDF-ന് മേൽക്കൈയുണ്ട്. അപ്പോൾ LDF-നെ സംബന്ധിച്ചിടത്തോളം വിജയം അനിവാര്യമാണ്. അത് അവരുടെ ഒരു അഭിമാന പ്രശ്നം കൂടിയാണ്. പക്ഷേ ഒട്ടും പിന്നിലല്ല UDF ആകട്ടെ NDA ആകട്ടെ. വലിയ ആത്മവിശ്വാസത്തിലാണ്. രമ്യ ഹരിദാസ് ആണെങ്കിൽ
പെങ്ങളുകുട്ടി എന്നുള്ള ലേബലിൽ കൂടിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ രീതിയിൽ വാശിയേറിയ ഒരു പോരാട്ടം എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു കാര്യങ്ങൾ നടന്നിരുന്നത്. വലിയ രീതിയിലുള്ള വിവാദങ്ങൾ, ആരോപണ പ്രത്യാരോപണങ്ങളൊക്കെ തന്നെ നമ്മൾ ഈ ദിവസങ്ങളിൽ കണ്ടതാണ്. ഇന്നിപ്പോൾ ശാന്തമാണ്. രാവിലെ ആരെല്ലാം അവിടെ വോട്ട് ചെയ്യാനെത്തും, പ്രത്യേകിച്ച് റീജിത്തി സ്ഥാനാർത്ഥികൾ വോട്ട് ചെയ്യാനെത്തുന്ന ബൂത്തുകളൊക്കെ തന്നെ ശ്രദ്ധാകേന്ദ്രങ്ങളാണ്. ചേലക്കരയിൽ രമ്യ ഹരിദാസിന് വോട്ടില്ല. പക്ഷേ വേറൊരു കാര്യം എന്താ വെച്ചാൽ സ്ഥാനാർത്ഥികൾക്കൊപ്പം തന്നെ കെ രാധാകൃഷ്ണൻ എത്തും വോട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ആ ബൂത്തുകളൊക്കെ തന്നെ വലിയ പ്രാധാന്യം ഉണ്ടാകും. അത് ഏതെല്ലാം ബൂത്തുകളാണെന്ന് നമുക്ക് നോക്കാം. എനിക്ക് തോന്നുന്നു ശ്യാംകുമാർ ചേരുന്നുണ്ട് നമുക്കൊപ്പം. വള്ളൂർക്കരയിൽ നിന്നാണ് ശ്യാംകുമാർ ചേരുന്നത്. ശ്യാം, ഗുഡ് മോർണിംഗ്. ശ്യാം, ഞാൻ പറയുമായിരുന്നു, ഈ വളരെ ഗ്രാമീണരായ മനുഷ്യരാണ് നമ്മൾ. ഈ നാട്ടിൻപുറങ്ങളൊക്കെ അതിൻ്റെ ഭംഗിയൊക്കെ അകന്നു പോകുന്നു എന്ന് പറയുമ്പോൾ അവിടെ പോയ റിപ്പോർട്ടേഴ്സ് എല്ലാം തന്നെ വളരെ മനോഹരമായ സൗമ്യരായ മനുഷ്യരെ കാണിച്ചു, നല്ല ഭംഗി, പ്രകൃതി സൗന്ദര്യം കാണിച്ചു. പക്ഷെ അതിനോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിച്ച ഒരു കാര്യം, വീറും വാശിയും ഒട്ടും കുറയാത്ത രാഷ്ട്രീയ പ്രചാരണങ്ങൾ ഉണ്ടായിരുന്നു. ആരോട് ചോദിച്ചാലും വ്യക്തമായ രാഷ്ട്രീയ ബോധ്യത്തോടു കൂടി അവർ ആർക്ക് വോട്ട് ചെയ്യുമെന്ന കാര്യത്തിലൊക്കെ വളരെ വ്യക്തതയുള്ള മനുഷ്യരെ നമ്മൾ കണ്ടതാണ് അവിടെ. തീർച്ചയായും. കാരണം ഞാനിവിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് ആലത്തൂർ മണ്ഡലത്തിൽ ഒരു മാസം ഇവിടെ ഉണ്ടായിരുന്നു. ആ സമയത്തും ഈ ചേലക്കരയിലൂടെ പലതവണ പോയതാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല നാട്, നല്ല ഭംഗിയുള്ള നാട്, അങ്ങനെ ഒരുപാട് മനുഷ്യരൊക്കെ വളരെ സന്തോഷത്തോടു കൂടി കഴിയുന്ന ഒരു പ്രദേശം. അങ്ങനെ ഇവിടെ പലതവണ വന്നപ്പോഴും ഈ നാടിൻ്റെ ഒരു ഐക്യമൊക്കെ നമുക്ക് മനസ്സിലായതാണ്. അതിനപ്പുറത്തേക്ക് രാഷ്ട്രീയമായി വളരെ സാക്ഷരരായ ഒരു നാട് കൂടിയാണിത്. അത് വലിയ രാഷ്ട്രീയ ചർച്ചകളൊക്കെ നടക്കുന്ന സ്ഥലം. ഒരുമിച്ച് താമസിക്കുമ്പോഴും രാഷ്ട്രീയം വരുമ്പോൾ സ്വന്തം നിലപാടുകൾ പറഞ്ഞ് വീറോടെ വാശിയോടെ പോരാടുന്ന ആളുകൾ താമസിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ചേലക്കര. അതിൻ്റെ രാഷ്ട്രീയ ചരിത്രവും അങ്ങനെ തന്നെയാണ്. ഇടതുമുന്നണിക്ക് വലിയ മുൻകൈയുള്ള മണ്ഡലമാണ്, പഞ്ചായത്തുകളാണ്. വോട്ടിങ്ങിന്റെ കാര്യത്തിലായാലും ഇടതുമുന്നണിക്ക് വലിയ മേൽക്കൈയുള്ള പ്രദേശമാണ്. മുൻപ് രാധാകൃഷ്ണൻ ഏകദേശം 39,400 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് നിയമസഭയിലേക്ക് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടത്. എല്ലാ പഞ്ചായത്തുകളും LDF ഭരിക്കുന്നു എന്നുള്ളത് മാത്രമല്ല, മൃഗീയ ഭൂരിപക്ഷമുള്ള പഞ്ചായത്തുകൾ കൂടിയാണ് എന്നുള്ളതാണ് ചേലക്കരയുടെ വലിയൊരു പ്രത്യേകത. നമ്മളിപ്പോൾ ഉള്ള ഈ മുള്ളൂർക്കരയാണെങ്കിലും വലിയ ഭൂരിപക്ഷം LDF-നും CPIM-നും ഒക്കെ ഉള്ളതാണ്. സംഘടനാ തലത്തിൽ താഴെത്തലം തൊട്ട് വലിയ പിന്തുണ ഉള്ള പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ അവർ ആത്മവിശ്വാസത്തിലാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടിംഗിൽ ചെറിയ കുറവ് ഉണ്ടായിരുന്നു. പക്ഷേ ലോക്സഭയിലെയും നിയമസഭയിലെയും വോട്ടിംഗ് പാറ്റേണുകൾ വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെ നിയമസഭയിലേക്ക് നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പ് അവരെ സംബന്ധിച്ചിടത്തോളം മണ്ഡലം നിലനിർത്തുക എന്നുള്ളത് മാത്രമല്ല, ഇതൊരു രാഷ്ട്രീയ യുദ്ധം കൂടിയാണ്. അതുകൊണ്ട് പരമാവധി വോട്ടുകൾ രാവിലെ തന്നെ പോൾ ചെയ്യിപ്പിക്കുക എന്നുള്ള ഒരു പരമ്പരാഗത രീതി തന്നെയാണ് അവർ പ്രയോഗിക്കുന്നത്. കാരണം ഇന്നലെ വൈകുന്നേരം ഈ പ്രദേശങ്ങളിൽ പല സ്ഥലത്തും ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ രാവിലെ പരമാവധി വോട്ടുകൾ പോൾ ചെയ്യിക്കുക. നേരത്തെ തന്നെ വീടുകളിലൊക്കെ കിടപ്പിലായ രോഗികളുടെയൊക്കെ വോട്ടുകൾ പരമാവധി അത് പോൾ ചെയ്യിച്ചു കഴിഞ്ഞു. ഇനി വീടുകളിൽ നിന്നും ബൂത്തിലേക്ക് വരേണ്ട ആളുകളാണ്. സ്ത്രീകളെ ഉൾപ്പെടെ രാവിലെ തന്നെ ബൂത്തിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഏതായാലും കനത്ത പോളിംഗ് ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് മുന്നണികൾ. അപ്പോഴും ഈ മണ്ഡലത്തിൽ ഇത്തവണ നിർണായകമാകുന്ന ചില ഘടകങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ മനസ്സ് എങ്ങോട്ടാണ് എന്ന് കണ്ടറിയണം. 10,000-ലധികം പുതിയ വോട്ടുകളുണ്ട്. ആ വോട്ടുകളിൽ 1% പുതിയ സാഹചര്യത്തിൽ എങ്ങോട്ട് മാറുന്നു എന്നുള്ളത് ഈ വിജയപരാജയങ്ങളെ സ്വാധീനിക്കും. ഏതായാലും വലിയ ഒരുക്കത്തിലാണ് മുന്നണികൾ. അവസാന മണിക്കൂറുകളിലേക്ക് എത്തുകയാണ്. പോളിംഗ് ബൂത്തുകളിലൊക്കെ അതിൻ്റെ അവസാന ക്രമീകരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും വലിയ പ്രതീക്ഷയിൽ മുന്നണികൾ മുന്നോട്ട് പോകുമ്പോൾ ചേലക്കരയുടെ മനസ്സ് ഇത്തവണ ആർക്കൊപ്പം നിൽക്കും എന്നതിൽ ഒരു ചർച്ചകൾ നടക്കുന്നുണ്ട്. ഇടതുകോട്ട ഇളക്കാൻ കഴിയും എന്നൊരു ആത്മവിശ്വാസമൊക്കെ UDF ക്യാമ്പ് വെച്ച് പുലർത്തുന്ന ഘട്ടമാണ്. ശക്തമായി തന്നെ പ്രചാരണം നടന്നു, പല വിഷയങ്ങളിലും ഊന്നി. ആ മണ്ഡലത്തിൽ ചർച്ചയായ രാഷ്ട്രീയ വിഷയങ്ങൾ, മുന്നണികളുടെ പ്രതീക്ഷകൾ, അവരുടെ സാധ്യതകൾ, അതൊക്കെ നേരത്തെ അശ്വിൻ പാലാഴിയും ശ്യാമും പങ്കുവച്ചു. ഒപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി, അത് ഈ സാധാരണ ഈ തെരഞ്ഞെടുപ്പ് എന്നൊക്കെ പറഞ്ഞാൽ ചെറിയ രീതിയിലുള്ള സംഘർഷങ്ങൾ, വാക്കേറ്റങ്ങൾ, വെല്ലുവിളികൾ, അതൊക്കെ നമ്മൾ കാണാറുണ്ട്. അതിനൊക്കെ അപ്പുറത്തേക്ക് കടന്ന് ചേലക്കരയിൽ വലിയൊരു സംഘർഷത്തിലേക്കൊക്കെ പോകുന്നതിൻ്റെ ദൃശ്യങ്ങൾ, പിന്നീട് പോലീസ് സ്റ്റേഷൻ ഉപരോധം, അങ്ങനെ ഒരു നേർക്കുനേർ അല്പം കൂടി കടന്നുകൊണ്ടുള്ള ചില ദൃശ്യങ്ങളും കാഴ്ചകളും ഒക്കെ ചേലക്കരയിൽ നിന്ന് കാണാൻ കഴിഞ്ഞിരുന്നു. പ്രശ്നബാധിത ബൂത്തുകളുണ്ടോ, സുരക്ഷ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് എങ്ങനെ ഒരുക്കുന്നുണ്ട് ശ്യാം? റിജിത്ത്, തീർച്ചയായും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ രാഷ്ട്രീയ സാക്ഷരതയിൽ, രാഷ്ട്രീയ ബോധ്യത്തിൽ അത് വലിയ മുന്നിൽ നിൽക്കുന്ന ഒരു മണ്ഡലമാണ് ചേലക്കര. അത് അവർ രാഷ്ട്രീയം സംസാരിക്കുമ്പോൾ ഒട്ടും മറയില്ലാതെ തുറന്നു പറയുന്ന നാട്ടുകാരും
ഉള്ള മണ്ഡലമാണ് ചേലക്കര. അതിന്റെ പ്രതിഫലനമാണ് നേരത്തെ റിജിത്ത് പറഞ്ഞ പോലെ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുകയും അത് രാഷ്ട്രീയമായി ചേരിതിരിഞ്ഞ് ഏറ്റെടുക്കുകയും പിന്നീട് പോലീസ് സ്റ്റേഷൻ വിരോധത്തിലേക്കും പോലീസ് ഇടപെടലിലേക്കും ഒക്കെ എത്തിച്ചത്. പക്ഷെ അതിനപ്പുറത്തേക്ക് അതൊരു അനിഷ്ട സംഭവമായി പിന്നീടുള്ള ദിവസങ്ങളിലൊന്നും മാറാതിരുന്നതും ചേലക്കരക്കാരുടെ രാഷ്ട്രീയ ബോധ്യം തന്നെയാണ്. ഏതായാലും വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. പ്രശ്നബാധിതം എന്ന് പറയാവുന്ന ബൂത്തുകൾ ചേലക്കരയിൽ പ്രത്യേകിച്ച് വളരെ കുറവാണ്. പക്ഷേ പോലീസ് അതിന്റെ മുൻകരുതലുകളെല്ലാം എടുത്തിട്ടുണ്ട്. എല്ലാ ബൂത്തുകളിലും കേന്ദ്രസേനയിലെ അംഗങ്ങൾ ഉൾപ്പെടെ എത്തിയിട്ടുണ്ട്. കേരള പോലീസിന്റെ സുരക്ഷ ഉറപ്പാക്കിയിട്ടുണ്ട്. സായുധ പോലീസിന്റെ സേവനം തന്നെ ഉറപ്പാക്കുന്നുണ്ട്. ഏതായാലും പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഇന്നത്തെ പോളിംഗ് ദിനം മുന്നോട്ട് പോകും. ജനങ്ങൾക്ക് സമാധാനപരമായി തന്നെ ബൂത്തുകളിലേക്ക് എത്താൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷയാണ്. സാധാരണ വോട്ടിംഗ് ദിനങ്ങളിൽ കാണുന്നത് രാവിലെ പകുതിയാകുമ്പോൾ വോട്ടിംഗ് മെഷീനുകൾ ചില സ്ഥലങ്ങളിലൊക്കെ പണിമുടക്കാറുണ്ട്. അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായില്ല എങ്കിൽ സമാധാനവും സുഗമവുമായ വോട്ടിംഗ് നടക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല എന്നുള്ളത് രാഷ്ട്രീയ പാർട്ടികൾ പോലീസിനും തെരഞ്ഞെടുപ്പ് ഓഫീസർമാർക്കും ഒക്കെ ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. ഏതായാലും നല്ലൊരു വോട്ടിംഗ് ദിനം തന്നെ ഉണ്ടാകുമെന്ന് നമുക്കും പ്രതീക്ഷിക്കാം. ശരി, ശ്യാംകുമാർ വിവരങ്ങൾ നൽകുകയായിരുന്നു. ചേലക്കരയിൽ നിന്ന് പുതിയൊരു വിവരം പുറത്തു വരുന്നത് അവിടെ മോക്ക് പോളിംഗ് തുടങ്ങിയിരിക്കുന്നു എന്നുള്ളത്. അപ്പോൾ അത് തന്നെയാണ്. ഇനിയിപ്പോൾ അധികം സമയമില്ല ശരിക്കും വോട്ടേഴ്സ് എല്ലാവരും എത്താനായിട്ട്. ഓരോ പോക്കറ്റുകളിൽ നിന്നും നമ്മുടെ പ്രതിനിധികൾ എല്ലാവരും തന്നെ തയ്യാറായിട്ടുണ്ട്. നമ്മൾക്കിനി പാഞ്ഞാളിലേക്ക് പോകാം. അവിടെ വിപിൻ സി വിജയനുണ്ട്. വിപിൻ, ഈ പാഞ്ഞാൾ, ഗുഡ് മോർണിംഗ്. പാഞ്ഞാൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് പണ്ട് അതിരാത്രം നടന്നിരുന്ന സ്ഥലമാണ്. അപ്പോൾ ഈ നേരത്തെ നമ്മൾ പറയുമായിരുന്നു ചേലക്കരയിൽ കാര്യം ഗ്രാമീണരാണ്, അവർക്ക് കൃത്യമായ രാഷ്ട്രീയ ബോധ്യമുണ്ട്. പക്ഷേ ചില ഇടങ്ങളിലൊക്കെ തന്നെ ചില LDF ആണെങ്കിൽ വലിയ വിജയപ്രതീക്ഷ ആത്മവിശ്വാസം വച്ച് പുലർത്തും. പക്ഷേ അതുപോലെ തന്നെ UDF ആകട്ടെ NDA ആകട്ടെ ചിലയിടങ്ങളിൽ അവർക്ക് വലിയ ആത്മവിശ്വാസമുണ്ട്. അപ്പോൾ ആ രീതിയിൽ പാഞ്ഞാളിലെ ഒരു കാറ്റ് എങ്ങോട്ടാണ്? ആ രീതിയിൽ കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ അവിടെ ചേലക്കരയിൽ ഇപ്പോൾ വിപിനാണെങ്കിൽ പ്രത്യേകിച്ച് ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം, വളരെ മനോഹരമായ വ്യത്യസ്തമായ സോഫ്റ്റ് സ്റ്റോറികളും വിപിൻ എത്തിച്ചിരുന്നു. ഗുഡ് മോർണിംഗ് സ്മിത. ഇപ്പോൾ പാഞ്ഞാളിലാണ് നിൽക്കുന്നത്. പക്ഷേ പാഞ്ഞാളിന്റെ കാറ്റ് ഈ തിരഞ്ഞെടുപ്പിൽ പറയുകയാണെങ്കിൽ അത് ഇടത്തോട്ട് തന്നെ എന്നുള്ളതാണ് ഇതുവരെയുമുള്ള ഒരു ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാവുക. ഒരു 1995 മുൻപ് ഒരു ഇടതു വലതിലേക്ക് പിടികൊടുക്കാതെ രണ്ടിലേക്കും മാറി മറിയുന്നുണ്ടായിരുന്നു എന്നുണ്ടെങ്കിലും 95 ശേഷം ഇടതിനൊപ്പം ഉറച്ചു നിൽക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യമുള്ളത്. ഈ പാഞ്ഞാൾ പഞ്ചായത്തിനെ സംബന്ധിച്ച് ഒരു തവണ മാത്രമാണ് 95 ശേഷം UDF-നൊപ്പം നിന്നിട്ടുള്ളത്. മറ്റെല്ലാ സമയവും അവർ LDF-നും നിന്നു. UDF-നുള്ള ഒരു കാറ്റ് കഴിഞ്ഞ ലോക്സഭയിലൊക്കെ അടിച്ചപ്പോഴും പാഞ്ഞാൾ ഇടതുപക്ഷത്തിനൊപ്പം നിന്നു എന്നുള്ളതാണ്. അതിനെന്തെങ്കിലും രീതിയിലുള്ള ആ കോട്ടയ്ക്ക് എന്തെങ്കിലും രീതിയിലുള്ള ഒരു വിള്ളൽ വരുമോ എന്നുള്ളത് തന്നെയാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുകയും ചെയ്യുന്നത്. 19 ബൂത്തുകളാണ് ഉള്ളത്. ഇപ്പോൾ അതിൻ്റെ മോക്ക് പോളിലേക്ക് കടക്കുന്നതിലേക്ക് ഉദ്യോഗസ്ഥരൊക്കെ എത്തിക്കഴിഞ്ഞു. അതിൻ്റെ ബൂത്ത് ഏജന്റുമാർ എത്തിക്കഴിഞ്ഞു. അതിൻ്റെ ജോലികൾ ആരംഭിക്കാൻ തുടങ്ങുകയും ചെയ്യുകയാണ്. ഈ പറഞ്ഞതുപോലെ തന്നെ ഈ പാഞ്ഞാളൊക്കെ ഉൾപ്പെടുമ്പോൾ അത് എത്രത്തോളം LDF-നൊപ്പം തന്നെ ഇപ്രാവശ്യം നിൽക്കുമോ എന്നുള്ളതാണ് അറിയാനുള്ളത്. ഏട്ടൻ വോട്ട് ചെയ്യാൻ വന്നാണോ? പോളിംഗ് ഏജന്റ് കുട്ടികളുമായിട്ട് വന്നാണ് അല്ലേ? ബൂത്ത് ഏജന്റ് കുട്ടികളുമായിട്ട് വന്നാണ്. ആരംഭിച്ചു. മോക്ക് പോൾ ആരംഭിച്ചിരിക്കുന്നു. പാഞ്ഞാൾ സ്കൂളിൽ നിന്ന് മോക്ക് പോൾ ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വിവരം. ആരംഭിച്ചു അല്ലേ? എല്ലാ സജ്ജീകരണങ്ങളും എല്ലാം റെഡിയാണ്. മോക്ക് പോൾ ആരംഭിച്ചു. ഇനി നമ്മുടെ ഷാർപ്പ് 7 മണിക്ക് തന്നെ സ്റ്റാർട്ട് ചെയ്യാവുന്ന രീതിയിൽ എല്ലാം റെഡി ആയിട്ടുണ്ട്. എല്ലാം കഴിഞ്ഞല്ലോ. ഇപ്പം നമ്മൾ ഏജന്റുമാരായിട്ടാണ് മോക്ക് പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതും കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ പോളിങ്ങിനുള്ള സജ്ജീകരണം റെഡിയാവും. ഈ ബൂത്തിലെ എത്ര വോട്ടർമാരുണ്ട്? 1062 വോട്ടർമാരാണ് നിലവിൽ ഇപ്പോൾ ഉള്ളത്. നമ്മൾ അതിനനുസരിച്ചാണ് ഇപ്പോൾ എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിരിക്കുന്നു എന്നുള്ളതാണ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ 24-നോട് പറഞ്ഞിരിക്കുന്നത്. ഏകദേശം 7 മണിക്ക് തന്നെ കൃത്യമായിട്ട് ആരംഭിക്കാൻ കഴിയും. അതിനുള്ള സജ്ജീകരണങ്ങളെല്ലാം തന്നെ പൂർത്തിയായിരിക്കുന്നു. ബൂത്ത് ഏജന്റുമാർ എത്തിയിരിക്കുന്നു പാഞ്ഞാളിൽ. ഒപ്പം തന്നെ ഇനിയിപ്പോൾ ഈ രാഷ്ട്രീയ ചരിത്രമൊക്കെ പരിശോധിക്കുകയാണെങ്കിൽ കഴിഞ്ഞ തവണ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കെ രാധാകൃഷ്ണൻ മത്സരിച്ചപ്പോൾ അത് വോട്ടിംഗ് ശതമാനത്തിൽ ഏകദേശം ഒരു 5173 വോട്ടിന്റെ ഒരു ഭൂരിപക്ഷമേ ഉണ്ടായുള്ളൂ എന്നുള്ളതാണ് UDF-ന്റെ ക്യാമ്പിന് വലിയ പ്രതീക്ഷ നൽകുന്ന കാര്യമുള്ളത്. കാരണം ഒരു 2021 ഒരു കണക്കനുസരിച്ചിട്ടല്ല, 2024 ആയപ്പോഴേക്കും ഒരു സർക്കാർ വിരുദ്ധ തരംഗമുണ്ടായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അത് UDF-ന് ഗുണമാകും എന്നുള്ളതാണ് രമ്യ ഹരിദാസും ക്യാമ്പും ഇപ്പോൾ വിശ്വസിക്കുന്നത്. ആ രീതിക്ക് തന്നെയാണ് മുന്നേറ്റം. എന്നാൽ ഇപ്രാവശ്യവും ചേലക്കര കൈവിടില്ല എന്നുള്ള ഉറച്ച ആത്മവിശ്വാസം ഇടത് ക്യാമ്പിനെ സംബന്ധിച്ചിട്ടുമുണ്ട്. കാരണം കേരളത്തിൽ തന്നെ മറ്റെല്ലാ സ്ഥലങ്ങളും കൈവിട്ടപ്പോൾ ഏറ്റവും കൂടുതൽ ചേർത്ത് പിടിച്ചത് ചേലക്കര മാത്രമായിരുന്നു. അത് ഇപ്രാവശ്യവും ഈ ആലത്തൂർ മണ്ഡലത്തിന്റെ ഭാഗമായിട്ടുള്ള ചേലക്കര കൂടെ നിൽക്കും എന്നുള്ള രീതിയിൽ തന്നെയാണ്. ഒപ്പം UR
പ്രദീപ് എന്നുള്ള വളരെ ഇവിടെ പോപ്പുലർ ആയിട്ടുള്ള ഒരാളാണ് മത്സരിക്കുന്നത് എന്നുള്ളതാണ്. ഈ NDA ഓരോ തവണയും കൃത്യമായ ഒരു വോട്ടിൻ്റെ ശതമാനം വർദ്ധിപ്പിക്കുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. അത് കാണാതിരിക്കുന്നില്ല മറ്റ് രണ്ട് മുന്നണികളും. കാരണം 2011 നിന്ന് നോക്കുകയാണെങ്കിൽ ഓരോ ശതമാനം 5% ഉള്ളത് 15 ആക്കുന്നു. ഇപ്പോൾ അത് 24,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ 24,000 വോട്ട് എത്തി നിൽക്കുകയാണ് NDA. അതുകൊണ്ട് തന്നെ അത് കൃത്യമായ ഇടവേളകളിൽ വർദ്ധിപ്പിക്കുന്നു എന്നുള്ളത് കൂടി ഇപ്രാവശ്യത്തെ ഗൗരവം കൂട്ടുന്നു. അത് ഒരു ചലഞ്ചിങ് ആയി ഒരു ത്രികോണ മത്സരത്തിന്റെ മാതൃകയിലേക്ക് ചേലക്കരയിൽ നിൽക്കുകയുമാണ്. അല്പസമയത്തിനകം തന്നെ വോട്ടിംഗ് ആരംഭിക്കുകയും ചെയ്യും. സ്മിത. ശരി, ചേലക്കരയിലെ പാഞ്ഞാൾ പഞ്ചായത്തിൽ നിന്നുള്ള വിവരങ്ങൾ പങ്കുവെക്കുകയായിരുന്നു വിപിൻ സി വിജയൻ. നമ്മൾ ചേലക്കരയെക്കുറിച്ച് പറയുമ്പോൾ ചേലക്കരയിലെ എല്ലാ പഞ്ചായത്തുകളിൽ നിന്നുമുള്ള വിശദമായ വിവരങ്ങൾ, അവിടെ പോളിംഗ് സ്റ്റേഷനുകളിൽ ഒരുക്കിയിരിക്കുന്ന സജ്ജീകരണങ്ങൾ, അവിടേക്ക് വോട്ടേഴ്സ് എത്തുന്നത്, അതിൻ്റെ എല്ലാം സമഗ്ര ചിത്രം പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് എത്തും. വയനാടിൻ്റെ കാര്യത്തിലാണെങ്കിൽ വിവിധ നിയമസഭാ മണ്ഡലങ്ങളിൽ നിന്നുള്ള കാഴ്ചകൾ, ഓരോ മുക്കിലും മൂലയിൽ നിന്നുമുള്ള ദൃശ്യങ്ങൾ, വിവരങ്ങൾ, ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ അത് പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് എത്തിക്കും എന്നുള്ള ഉറപ്പ് ഞങ്ങൾ നൽകുകയാണ്. വാശിയേറിയ പ്രചാരണം രണ്ടിടങ്ങളിലും, 3ഇടത്താണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. പക്ഷേ ഇന്ന് 2ഇടത്ത് പോളിംഗ് ബൂത്തിലേക്ക് എത്താൻ പോവുകയാണ്. അവിടെ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ, വിശകലനങ്ങൾ, ഇതൊക്കെ പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് എത്തും. ഇന്നത്തെ വാർത്താ ദിനത്തിൽ മുഴുവൻ ഇന്ന് ഇത് തന്നെയാണ് വാർത്ത. ഇത് തന്നെയാണ് വാർത്ത. നമുക്കും വലിയ ആവേശമാണ്. നമ്മുടെ ഡെസ്കൊക്കെ തന്നെ നമുക്ക് സാധാരണ നമ്മൾ കാണാറുള്ളതാണല്ലേ, തെരഞ്ഞെടുപ്പ് ദിവസം അതിപ്പോൾ വോട്ടിംഗ് ആകട്ടെ വോട്ട് എണ്ണലാകട്ടെ, ആ ദിവസങ്ങളിലെല്ലാം തന്നെ ഏറ്റവും പെട്ടെന്ന് തന്നെ ഏറ്റവും ആദ്യം വിവരങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ നമ്മൾ ശ്രമിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ റിജിത്ത് പറഞ്ഞതുപോലെ എല്ലാ ഇടങ്ങളിലും നമ്മുടെ പ്രതിനിധികൾ തയ്യാറായി കഴിഞ്ഞു. അതിരാവിലെ തന്നെ അവർ എത്തിയിട്ടുണ്ട്. നമുക്കിനി വണ്ടൂരിലേക്ക് പോളിംഗ് തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. ഈ സാധാരണ സ്മിത നമ്മൾ കാണാറുള്ളതാണ്, ഈ വോട്ടെടുപ്പ് ദിവസങ്ങളിൽ നമ്മൾ കാണാറുള്ളതാണ്, പരമാവധി വോട്ടർമാരെ രാവിലെ തന്നെ ബൂത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് പ്രവർത്തകരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ജോലി. അതിനുവേണ്ടി രാവിലെ മുതൽ ഇറങ്ങും. അത് ഏതാണ്ട് ഒരു തിരക്ക്, ഒരു 11 മണിയോടുകൂടി 11:30 ആ തിരക്കൊന്ന് കുറയും. പിന്നീട് ഉച്ചയ്ക്ക് ശേഷം ഒരു 4 മണിക്ക് ശേഷം. ഇത്തവണ അതൊരു പ്രധാനമാണ് അല്ലേ, ഏറ്റവും കൂടുതൽ പോളിംഗ് അതുണ്ടാകണമെങ്കിൽ രാവിലെ മുതൽ വന്നെത്തുന്ന ആ വോട്ടേഴ്സിന്റെ ഒരു എണ്ണമൊക്കെ വളരെ പ്രധാനമാണ്. എല്ലാ ഇപ്പോൾ വയനാടിന്റെ കാര്യത്തിലായിക്കോട്ടെ, വയനാട് നമുക്കറിയാം അത് UDF-ന്റെ ഒരു കോട്ടയായ മണ്ഡലമാണ്. അവിടേക്ക് പരമാവധി പ്രവർത്തകരെ എത്തിക്കുക, വോട്ടേഴ്സിനെ എത്തിക്കുക, ഭൂരിപക്ഷം ഉയർത്തുക എന്നുള്ളത് തന്നെയാണ് UDF-ന്റെ സ്ട്രാറ്റജി. ചേലക്കരയെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ അത് LDF-ന്റെ കോട്ട എന്ന കണക്കുകളിലും ചരിത്രത്തിലുമൊക്കെ വിലയിരുത്തപ്പെടുന്നതാണ്. പക്ഷേ അവിടെ അതിശക്തമായ മത്സരം നടന്നിട്ടുണ്ട്. അടിയൊഴുക്കുകൾ ഉണ്ടാകുമോ എന്നുള്ള കാര്യമൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടതാണ്. അതുകൊണ്ട് പരമാവധി വോട്ടർമാരെ ബൂത്തിലെത്തിക്കുക, പോളിംഗ് ശതമാനം ഉയർത്തുക എന്നുള്ളത് തന്നെയാണ്. നേരത്തെ പറഞ്ഞതുപോലെ അട്ടമലയിലും ചൂരൽമലയിലും ഒക്കെ തന്നെ അവിടെ നിന്നൊക്കെ പ്രത്യേകം KSRTC സംവിധാനങ്ങളുണ്ട്. അവിടെ ദുരന്തബാധിത പ്രദേശങ്ങളിൽ നമുക്കറിയാമല്ലോ, അവരൊന്നും നേരത്തെ ഹാഷ്മി ചൂണ്ടിക്കാട്ടിയ ഒരു കാര്യം പ്രധാനമാണ്. കഴിഞ്ഞ തവണയൊക്കെ വോട്ട് ചെയ്ത ഒരുപാട് പേർ ഇത്തവണ ഇല്ല എന്നുള്ളത്. വളരെ ചെറുപ്പക്കാരായിട്ടുള്ള, അത് വളരെ വൈകാരികമായി തന്നെ നമുക്ക് അതിനെ കാണാൻ കഴിയും. അട്ടമലയിലും മുണ്ടക്കൈ ബൂത്തുകളിൽ ഇപ്പോൾ മോക്ക് പോളിംഗ് തുടങ്ങിയെന്ന വിവരവും വരുന്നുണ്ട്. നമുക്ക് വണ്ടൂരിൽ മിഥില ബാലനുണ്ട്. മിഥിലയിലേക്ക് പോകാം അല്ലേ? മിഥില, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മിഥില, പലയിടങ്ങളിലും മോക്ക് പോളിംഗ് തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു. എല്ലാ ബൂത്തുകളും സജീവമായിരിക്കുന്നു. മിഥില നിൽക്കുന്നത് ഇപ്പോൾ ഇത് സ്കൂളാണോ, ഏത് ബൂത്തിലാണ്? വിവരങ്ങൾ എന്താണ്? അവിടെ ആളുകൾ വന്നു തുടങ്ങിയോ? സ്മിത, ഞാനുള്ളത് വണ്ടൂർ നിയമസഭാ മണ്ഡലത്തിലാണ്. ഇവിടെയുള്ള GGVHSS സ്കൂളിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ അല്പസമയം മുമ്പ് മോക്ക് പോൾ ആരംഭിച്ചിട്ടുണ്ട്. അതിൻ്റെ ദൃശ്യങ്ങളാണിപ്പോൾ നമ്മൾ കാണുന്നത്. വണ്ടൂരിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ രാഷ്ട്രീയമായി ഏറെ പ്രാധാന്യമുള്ള ഒരു നിയമസഭാ മണ്ഡലമാണ്. 2001 മുതൽ ഈ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്നത് കോൺഗ്രസ് ആണ്. AP അനിൽകുമാറാണ്. ഇപ്പോൾ നിലവിൽ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത് മോക്ക് പോൾ ആരംഭിച്ചു. അതിൻ്റെ നടപടിക്രമങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ബൂത്ത് ഏജന്റുമാരെല്ലാം തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. 212 പോളിംഗ് സ്റ്റേഷനുകളാണ് വണ്ടൂർ നിയമസഭാ മണ്ഡലത്തിൽ സജ്ജീകരിച്ചിട്ടുള്ളത്. ഏറ്റവും പ്രധാനം എന്നത് കോൺഗ്രസിനെ UDF-നെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പിൽ, അതായത് ഏറ്റവും ഒടുവിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിക്ക് ഏറ്റവും വലിയ ഭൂരിപക്ഷം നൽകിയത്, വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നൽകിയ ഒരു നിയമസഭാ മണ്ഡലം വണ്ടൂരിലാണ്. 68,684 വോട്ടിൻ്റെ ഭൂരിപക്ഷമായിരുന്നു ഇവിടെ ലഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇത് കോൺഗ്രസിന് ഏറ്റവും ശുഭപ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ നിയമസഭാ മണ്ഡലത്തിലെ ഓരോ പോളിംഗ് സ്റ്റേഷനുകളിലും വോട്ടർമാരെ എത്തിക്കാനുള്ള ഒരു തന്ത്രപ്പാടിലായിരിക്കും ഇന്നത്തെ ദിവസം. പരമാവധി വോട്ടർമാരെ വളരെ വേഗത്തിൽ പോളിംഗ് ബൂത്തിൽ എത്തി വോട്ട് ചെയ്യിപ്പിക്കുക എന്ന ഒരു വലിയൊരു ലക്ഷ്യം തന്നെയാണ് രാഷ്ട്രീയ പാർട്ടികൾക്ക്, ഇടത് വലത് BJP മുന്നണികൾക്കെല്ലാം തന്നെ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ പോളിംഗ് ബൂത്തിന് പുറത്ത് വലിയൊരു
സ്ക്വാഡ് വർക്ക് രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരുടെ നേതൃത്വത്തിൽ നടക്കും. ഈ ഒരു മണ്ഡലത്തെ പറ്റി ഇനി പറയുകയും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 2001 മുതൽ കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് AP അനിൽകുമാറാണ് ഇവിടെ MLA ഉള്ളത്. 8 ഗ്രാമപഞ്ചായത്തുകളാണ് നിലവിലുള്ളത്. ഈ 8 ഗ്രാമപഞ്ചായത്തിൽ കരുവാരക്കുണ്ട്, മമ്പാട്, തിരുവാലി എന്നീ 3 പഞ്ചായത്തുകൾ LDFിൻ്റെയാണ്. ബാക്കിയെല്ലാം തന്നെ UDFിൻ്റെയാണ്. ആകെയുള്ളത് ചൊക്കോട്, കാളികാവ്, കരുവാരക്കുണ്ട്, മമ്പാട്, പോരൂർ, തിരുവാലി, തുവ്വൂർ, വണ്ടൂരാണ്. ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കരുവാരക്കുണ്ട്, മമ്പാട്, തിരുവാലി എന്നീ 3 പഞ്ചായത്തുകൾ LDFിനാണ്. ബാക്കിയെല്ലാം UDFിനാണ്. ഏറെ കാലമായി UDFിൻ്റെ കൈവശമുള്ള നിയമസഭാ മണ്ഡലം. അതുതന്നെയാണ് UDFിനെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രതീക്ഷ നൽകുന്നത്. അതിനൊപ്പം തന്നെ ഇടതും വലതും ഒരേപോലെ പ്രതീക്ഷ വെക്കുന്നുണ്ട്. ഇന്നത്തെ ഒരു ദിവസം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെയെല്ലാം തന്നെ ഇന്നത്തെ ഒരു ദിവസം എന്നത് രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം പരമാവധി വോട്ടർമാരെ പോളിംഗ് ബൂത്തിൽ എത്തിക്കുക എന്നുള്ളതാണ്. ഞാനിപ്പോൾ ഉള്ളത് പോളിംഗ് സ്റ്റേഷൻ നമ്പർ 56 ഇവിടെ 1531 വോട്ടർമാരാണുള്ളത്. ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള ഒരു പോളിംഗ് സ്റ്റേഷൻ കൂടിയാണ് ഇത്. സ്മിത, മിഥില ബാലനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് അല്ലേ? അവിടെ തയ്യാറെടുപ്പുകളെല്ലാം പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ സമയം 5:45 ഒരു മോക്ക് പോളിംഗ് ഒരുവിധം സ്ഥലത്തൊക്കെ തുടങ്ങുന്നുണ്ട്. മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം ഒരു 6:15 ബൂത്തുകളിലേക്ക് ആളുകൾ എത്തിത്തുടങ്ങും. രാവിലെ പോകേണ്ട ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഈ വയനാട്ടിൽ എനിക്ക് തോന്നുന്നു നമ്മൾ സാധാരണ പോകുമ്പോൾ ഒക്കെ കാണാറുള്ളത് നേരം വെളുത്ത് വരുമ്പോഴേക്കും കുറേ സമയം പിടിക്കുമല്ലേ സാധാരണ. ഈ മഞ്ഞൊക്കെ ഇപ്പം എങ്ങനെയാണ് അവിടുത്തെ കാലാവസ്ഥ എന്ന് കൂടുതൽ അറിയില്ല. ആരും അങ്ങനെ വലിയ തണുപ്പൊന്നും പറഞ്ഞു കേട്ടില്ല. പക്ഷെ നമുക്ക് നോക്കാം 7 മണിക്ക് തന്നെ എത്ര വോട്ടേഴ്സ് രാവിലെ തന്നെ വോട്ട് ചെയ്യാനെത്തും. അതും വളരെ കൗതുകകരമായിട്ടുള്ള ചില ആളുകളൊക്കെ കാണാമല്ലേ. വർഷങ്ങളായിട്ട് അതിരാവിലെ ആദ്യം എത്തി ബൂത്തിലെത്തി വോട്ട് ചെയ്യുന്നവരെ കാണാം. അതെ, അങ്ങനെയുള്ള ചില ആളുകളുണ്ട്. ആദ്യമായി വോട്ട് രേഖപ്പെടുത്തണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി ബൂത്തിലേക്ക് എത്തുന്ന ആളുകളുണ്ട്. നമുക്ക് നോക്കാം. ഇനി എന്തായാലും ദൃശ്യങ്ങളൊക്കെ വരാനിരിക്കുകയാണ്. ഒരു 6 മണിക്കൊക്കെ ശേഷം നമുക്ക് ബൂത്തുകളിലേക്കും അതിൻ്റെ ദൃശ്യങ്ങളിലേക്കും ഒക്കെ മാറേണ്ടി വരും. 6:15 പൂർണ്ണമായ അതിലേക്ക് മാറേണ്ടി വരും. സജോ ദേവസ്യ കൂടി നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സജോ സുൽത്താൻ ബത്തേരിയിൽ നിന്നാണ് ചേരുന്നത്. സജോ, വയനാടിൻ്റെ ഒരു രാഷ്ട്രീയ സാഹചര്യം, അവിടെ ചർച്ചയാവുന്ന വിഷയങ്ങൾ, അത് ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ ശ്രദ്ധയോടുകൂടി ഉറ്റുനോക്കുന്ന മണ്ഡലം, ഓരോ നിയോജക മണ്ഡലവും തിരിച്ചുള്ള അവിടുത്തെ സാധ്യതകൾ, ഭൂരിപക്ഷം ഉയർത്താനുള്ള UDF ക്യാമ്പിൻ്റെ ശ്രമം, അങ്ങനെ അവിടെ ചർച്ചയായ ചില വിഷയങ്ങൾ, ഏറ്റവും ഒടുവിലുള്ള കിറ്റ് വിവാദം അടക്കമുള്ള കാര്യങ്ങൾ, അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു പോവുകയായിരുന്നു ഞങ്ങൾ. എന്താണ് സാഹചര്യം? മോക്ക് പോളിംഗ് തുടങ്ങിയോ? എന്താണ് ഏറ്റവും ഒടുവിലായി അവിടെ നിന്ന് പങ്കുവയ്ക്കാൻ കഴിയുന്ന വിവരങ്ങൾ? നേരം പുലർന്നു തുടങ്ങുന്നേ ഉള്ളൂ സജു. രജിത, സ്മിത, ഗുഡ് മോർണിംഗ്. നേരം പുലർന്നു തുടങ്ങുന്നു. ഈ ബൂത്തെല്ലാം സജ്ജമാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് സുൽത്താൻ ബത്തേരിയിലെ അസംഷൻ സ്കൂളിലാണ്. ഇവിടുത്തെ പോളിംഗ് സ്റ്റേഷനിലാണ്. മോക്ക് പോളിംഗ് അല്പസമയം മുൻപ് തുടങ്ങിയിട്ടുണ്ട്. UDFിനെ സംബന്ധിച്ചും LDFിനെ സംബന്ധിച്ചും BJPയെ സംബന്ധിച്ചും ഒക്കെ ഒരേപോലെ കൂടുതൽ വോട്ടുകൾ, അതായത് അവരുടെ ഏറ്റവും ബെസ്റ്റ് പുറത്തെടുക്കുക എന്നതാണല്ലോ. അതിൽ ഏറ്റവും മെച്ചപ്പെട്ട പ്രകടനം 3 മുന്നണികൾക്കും ഒരുപോലെ നടത്താൻ കഴിഞ്ഞ ഒരു നിയോജക മണ്ഡലം കൂടിയാണ്. അതായത് ഈ വയനാട് ലോക്സഭാ മണ്ഡലത്തിൻ്റെ ഭാഗമായ നിയോജക മണ്ഡലമാണ് സുൽത്താൻ ബത്തേരി എന്ന പ്രത്യേകത എടുത്തു പറയേണ്ടതാണ്. അത് ബത്തേരിക്ക് പ്രത്യേകമായി തന്നെ എടുത്തു പറയേണ്ട ഒരു സവിശേഷത ഇക്കാര്യത്തിലുണ്ട് എന്ന് കൂടി പറയാം. UDFിനെ സംബന്ധിച്ച് അവർക്ക് വലിയ ആത്മവിശ്വാസം ഉണ്ട്. കാരണം അവർ വലിയ റെക്കോർഡ് ഭൂരിപക്ഷം നേടാൻ കഴിയുമെന്ന ആത്മവിശ്വാസമൊക്കെ അവർ പ്രകടിപ്പിക്കുന്നു. ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. പല ഘടകങ്ങളുണ്ട്, പ്രാദേശിക വിഷയങ്ങളുണ്ട്. ഒപ്പം ദേശീയ രാഷ്ട്രീയത്തിൽ കൂടി പ്രിയങ്കാ ഗാന്ധിയുടെ സാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയമായ മത്സരം എന്ന നിലയ്ക്കാണ് നമ്മൾ കാണേണ്ടത്. ഇവിടെ മോക്ക് പോളിംഗിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. മോക്ക് പോളിംഗ് ആരംഭിച്ചു. ഇപ്പം ഞങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്തിട്ട് 24 വന്നപ്പോൾ ആകാംക്ഷ കാരണം ഒന്ന് വന്നതാണ്. എല്ലാ വോട്ടർമാർ കൃത്യമായിട്ടും 7 മണീൻ്റെ ഉള്ളിൽ തന്നെ ഇവിടെ ക്യൂ ആയിരിക്കും. എത്ര വോട്ടർമാരുള്ളതാണ് ഇവിടെ? 660 വോട്ടുണ്ട്. 660 വോട്ട്. ഇവിടുത്തെ മാതൃകാ പോളിംഗ് ബൂത്ത് മാതൃകയായിട്ട് ഇവിടെ വളരെ ശാന്തമായ ഒരു അന്തരീക്ഷങ്ങളാണ് നമ്മൾ വയനാട്, അതേപോലെ തന്നെ സുൽത്താൻ ബത്തേരി. ഈ പോളിംഗ് സ്റ്റേഷനൊക്കെ ശാന്തമായ, അതുകൊണ്ട് തർക്കമൊന്നുമില്ല. ജനാധിപത്യം കൃത്യമായി ഒരു തർക്കമില്ല. വളരെ അതെ, ഒരു തർക്കവും ഇല്ല. വളരെ കറക്റ്റായിരിക്കും, ഭംഗിയായിട്ട് നടക്കും. ടെസ്റ്റിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ നമുക്കവിടെ യൂണിറ്റ് കാണാം, വോട്ടിംഗ് മെഷീൻ യൂണിറ്റ് അടക്കമുള്ളത് കാണാം. അവിടെ ഉദ്യോഗസ്ഥർ അതിൻ്റെ മോക്ക് പോളിംഗ്, അതായത് എല്ലാം ഉറപ്പുവരുത്തുക എന്നതാണ്, കൃത്യമായി പ്രവർത്തിക്കുന്നു. ഒപ്പം ഏജന്റുമാർ, വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ ഏജന്റുമാർ അവരുടെ കാര്യങ്ങളും അവർക്കും ആശങ്കയില്ലാത്ത വിധം, സംശയങ്ങളില്ലാത്ത വിധം ഉറപ്പാക്കുക എന്നാണ്. നേരത്തെ പറഞ്ഞ രാഷ്ട്രീയ വിഷയങ്ങളിലേക്ക് തന്നെ തിരികെ വരികയാണെങ്കിൽ UDF ഇപ്പോഴും അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്നത് 5 ലക്ഷം ഭൂരിപക്ഷത്തിലേക്കൊക്കെ എത്താൻ കഴിയും എന്ന ആത്മവിശ്വാസമാണ് അവർ പലപ്പോഴും പ്രകടിപ്പിക്കുന്നത്. അങ്ങനെയെങ്കിൽ LDF പറയുന്നത് 2014 MA ഷാനവാസിൻ്റെ ഭൂരിപക്ഷം 20,000-ലേക്ക് കുറച്ച ഒരു ചരിത്രം അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ട് കാര്യങ്ങൾ അത്ര എളുപ്പമാകില്ല എന്ന അവകാശവാദം അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. പക്ഷേ വോട്ട് കണക്കുകളൊക്കെ പരിശോധിക്കുമ്പോൾ 14,71,000-ഓളം വോട്ടുകളാണുള്ളത്. അതിലൊരു 11 ലക്ഷമെങ്കിലും പോൾ ചെയ്യപ്പെടണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് UDF. അങ്ങനെയാണ് അവരുടെ
കണക്കുകളിൽ അവർ പറയുന്നത്. അങ്ങനെ വരുമ്പോൾ ഞങ്ങൾക്ക് റെക്കോർഡ് ഭൂരിപക്ഷം കിട്ടും. പക്ഷേ ഉപതെരഞ്ഞെടുപ്പിൻ്റെതായ എന്തെങ്കിലും ഒരു ആലസ്യം ഉണ്ടാകുമോ, എന്തെങ്കിലും വോട്ടർമാർ പോളിംഗ് ബൂത്തിൽ എത്താതിരിക്കുമോ എന്നാണ്. പക്ഷേ മുന്നണികളെ സംബന്ധിച്ച് ഒരു ഭൂരിപക്ഷത്തിലെ പോലും മാറ്റം, ആ ചെറിയ മാറ്റം അല്ലെങ്കിൽ വോട്ടുകളിലെ കുറവ് അല്ലെങ്കിൽ അവർക്ക് ലഭ്യമാകുന്ന വോട്ടിംഗ് ശതമാനത്തിലെ വ്യത്യാസമൊക്കെ വലിയ തോതിലുള്ള രാഷ്ട്രീയ ചർച്ചയായി മാറും എന്ന് അവർക്ക് ഉറപ്പുണ്ട്. അവർക്കറിയാം, മുന്നണികളെ സംബന്ധിച്ചിടത്തോളം അറിയാം. കാരണം BJP അവരുടെ ചരിത്രത്തിലെ ഏറ്റവും ബെസ്റ്റ് കഴിഞ്ഞ തവണയാണ് പുറത്തെടുത്തത്. LDFനും നേരിയ വോട്ട് വർധനവ് യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്നു എന്ന കാര്യവും അറിയാം. അതേസമയം UDFനെ സംബന്ധിച്ച് ഒരു അല്പം കുറവ് രേഖപ്പെടുത്തുകയും ചെയ്തു. പക്ഷേ എങ്കിൽ പോലും ഈ തെരഞ്ഞെടുപ്പിൽ ദേശീയ രാഷ്ട്രീയത്തെ, ദേശീയ മാധ്യമങ്ങളടക്കം ഇവിടെ തമ്പടിച്ചിരുന്നു. ദേശീയ രാഷ്ട്രീയത്തിലടക്കം ചർച്ചയാകുന്ന പ്രിയങ്ക ഗാന്ധിയുടെ കന്നി മത്സരം എന്ന നിലയ്ക്ക് അവർ കോൺഗ്രസ് രാഷ്ട്രീയത്തിലേക്ക് പുതിയ ഒരു അധ്യായത്തിന് തുടക്കം എന്നുള്ള നിലയ്ക്ക് ഭൂരിപക്ഷത്തിലെ മാറ്റം അല്ലെങ്കിൽ വോട്ടിംഗ് ശതമാനത്തിലെ മാറ്റം ഒക്കെ ചർച്ചയാകും രാഷ്ട്രീയമായി എന്ന കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് ആ കാര്യത്തിൽ വോട്ടർമാരെ പരമാവധി ബൂത്തിലെത്തിക്കാൻ പുറത്ത് പോളിംഗ് ബൂത്തിൽ കാര്യങ്ങളൊക്കെ സജ്ജമാണ്, നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. അതേസമയം പുറത്തും കാര്യമായി തന്നെ ആളുകളെ, വോട്ടർമാരെ പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കുക എന്നത് മുന്നണികളുടെ ആവശ്യമായി മാറിയിട്ടുണ്ട്. ആ നിലയ്ക്ക് സജീവമായ പ്രവർത്തനങ്ങൾ അങ്ങനെ തുടരുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ മോക്ക് പോളിംഗ് പ്രവർത്തനങ്ങളൊക്കെ പലയിടങ്ങളിലും മോക്ക് പോളിംഗ് തുടങ്ങിയിരിക്കുന്നു. സജോ ദേവസിയാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. സജോയുടെ അവർ പറയായിരുന്നു 24 വന്നപ്പോൾ ഒരു കൗതുകത്തിൽ ആകാംക്ഷയോടുകൂടി വന്നതാണെന്ന്. നമുക്കും അതേ ആകാംക്ഷ തന്നെയാണ്. അതിരാവിലെ 7 മണിയോടുകൂടി ആരെല്ലാം ഓരോ ബൂത്തുകളിലേക്ക് എത്തും, എത്രത്തോളം തിരക്കുണ്ടാകും, ഏത് രീതിയിലാണ് കാര്യങ്ങൾ പുരോഗമിക്കുക, ഇതൊക്കെ അറിയാനുള്ള ആവേശവും കൗതുകവും ഒക്കെ തന്നെ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. പ്രേക്ഷകർക്കും അതുണ്ടാവുന്നത് നമുക്കറിയാം. നമ്മൾ മാസത്തിലധികമായുള്ള തയ്യാറെടുപ്പും വാർത്തകളും ചർച്ചകളും സാധ്യതകൾ വിലയിരുത്തിക്കൊണ്ടുള്ള പ്രതികരണങ്ങളും വിദഗ്ധ രാഷ്ട്രീയ നിരീക്ഷകരുടെ അഭിപ്രായങ്ങളും അതിനിടയിൽ തന്നെ സ്ഥാനാർത്ഥികളുടെ വാക്പോരും പ്രവർത്തകരുടെ ആവേശവും, അങ്ങനെ അതിനെല്ലാം ഒടുവിൽ ഒരു വിധി ദിനത്തിലേക്ക് അതിനിടയിൽ ചില ബൂത്തുകളിലൊക്കെ തന്നെ, ചിലതല്ല എല്ലാ ബൂത്തുകളിലും ഹരിതചട്ടം പാലിക്കണമെന്നുള്ള നിർദ്ദേശമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മനോഹരമായ പ്രകൃതി സൗഹൃദ കുട്ടകളൊക്കെ, ഈ പ്ലാസ്റ്റിക് മാക്സിമം ഒഴിവാക്കുക, ആ രീതിയിലൊരു ആവേശവും ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ എന്ന് പറയുന്ന രീതിയിലാണ് പോളിംഗ് ചാർജുള്ള ഉദ്യോഗസ്ഥരുടെ ഇടയിലൊക്കെ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അത്തരത്തിലുള്ള കൗതുകകരമായ ഒരുപാട് വിശേഷങ്ങളുണ്ട്. അക്ഷരാർത്ഥത്തിൽ ജനാധിപത്യത്തിൻ്റെ ഉത്സവം തന്നെയാണ് അരങ്ങേറുന്നത്. അതിപ്പോൾ ഒരു മണ്ഡലത്തിലാകട്ടെ, 2 മണ്ഡലത്തിലാകട്ടെ, അതിലൊന്നും ഒരു മാറ്റവുമില്ല എന്ന് കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ പ്രേക്ഷകരെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് കമന്റ് ബോക്സിൽ ഇപ്പോൾ തന്നെ പ്രേക്ഷകർ സജീവമാകുന്നുണ്ട്. ഒരുപാട് പ്രേക്ഷകർ എത്തുന്നുണ്ട്. 24നെ അവരൊരു ഇലക്ഷൻ ചാനൽ എന്നുള്ള നിലയിൽ ഏറ്റെടുത്തിട്ടുള്ളതാണ്. അത് നമുക്ക് മുൻകാല അനുഭവത്തിൽ നമുക്കത് അറിയാവുന്നതാണ്. പ്രേക്ഷകരൊപ്പം ഉണ്ടാകുന്ന പ്രതീക്ഷയും ഞങ്ങൾക്കുണ്ട്. അത് തന്നെയാണ് ഞങ്ങളുടെ സന്തോഷത്തിന്റെ ഒരു കാരണം. നമ്മുടെ ആവേശവും ഊർജ്ജവും ഒക്കെ പ്രേക്ഷകർ തന്നെയാണ്. നിങ്ങളെ ഞങ്ങൾ ഒട്ടും നിരാശപ്പെടുത്തില്ല. ചില ആളുകളൊക്കെ പറയുന്നുണ്ട് വോട്ട് ചെയ്ത് വരാം ആദ്യം, എന്നിട്ടാവും കമന്റ് ബോക്സിൽ വന്നു. തീർച്ചയായിട്ടും വോട്ട് രേഖപ്പെടുത്തണം. അതും പ്രത്യേകം പറയേണ്ട ഒരു കാര്യമാണ്. പലരും ഈ പല കാരണങ്ങൾ കൊണ്ടൊക്കെ മടി പിടിച്ചൊക്കെ വോട്ട് ചെയ്യാൻ പോകാത്ത കുറേ പേരെയൊക്കെ കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ പുതിയ ജനറേഷനിലെ കുട്ടികളൊക്കെ ചിലപ്പോൾ പറയും ഞങ്ങൾക്ക് അത്ര താല്പര്യമില്ല എന്ന് പറയുന്നവരെയൊക്കെ കാണാം. പക്ഷെ അങ്ങനെയൊന്നും ചെയ്യരുത്. തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ വലിയൊരു അവകാശമാണ്. അത് തീർച്ചയായിട്ടും അത് വിനിയോഗിക്കണം.